Good morning. Thank you so much for joining നമ്മുടെ ഇന്നത്തെ മോർണിംഗ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റൈറ്റ്, കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഓർമ്മയുണ്ടോ? നമ്മുടെ ലൈഫിൽ നമ്മൾ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ദർ വിൽ ബി സം ചാലഞ്ചസ്. നമ്മൾ അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലൈഫിൽ വലിയ ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ രണ്ടും കൽപ്പിച്ചിട്ട് നമ്മൾ നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യുക, അതിലേക്ക് വേണ്ടിയിട്ട് റെഡി ആയിട്ട് വരിക. സോ ഇന്ന് നിങ്ങൾ ഏകദേശം നിങ്ങളുടെ അച്ചീവ്മെന്റ് ഒന്ന് എന്ത് ചെയ്യുക, അപ്രീഷിയേറ്റ് ചെയ്യാം, സെലിബ്രേറ്റ് ചെയ്യാം. എത്ര മണിക്ക് എണീറ്റു? ജസ്റ്റ് കമന്റ് ഒന്ന് അവെയർ ആകാം, ഒന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് വാട്ട് ഈസ് ദ ടൈമിങ്? ആ ടൈം റെപ്രസെന്റ് ചെയ്യുന്നത് നിങ്ങളുടെ ക്യാരക്ടറിനെയാണ്, നിങ്ങളുടെ പേഴ്സണാലിറ്റിയാണ്. നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, നിങ്ങൾ കറക്റ്റ് ട്രാക്കിലേക്ക്. ഓക്കെ, 3:20 ഓക്കെ, വെരി ഗുഡ്. 3:20 എണീറ്റിട്ട് എന്താണ് പ്ലാൻ? വാട്ട് ആർ ദ പ്ലാൻസ്? മെഡിറ്റേഷൻ ചെയ്യാറുണ്ടോ? വാട്ട് ആർ യു ഡൂയിങ് ആൻഡ് വാട്ട് ഇസ് ഹാപ്പനിങ്? ആർ യു സ്റ്റഡിയിങ്? ഓക്കെ, 4:30, 4:20, very good. Okay, Nimi is here. Hi Nimi. Like, what time it is there? Evening? Yeah? Okay, unmute your option ഇല്ലേ? I'll give you an option. Okay. Yeah, it's 8 o'clock evening here. It's 8 o'clock evening here. Okay. 8 p.m. Yep. So when was the last time, like yesterday, what was timing there? Like, morning course attend ചെയ്തപ്പോൾ? ആ ടൈമിൽ ഇവിടെ 7:30 a.m. Okay. So today is off day? No. You അത് have രാവിലെ ആയിരുന്നു. ഇന്ന് രാവിലെയാണ് ആ സെഷൻ അറ്റൻഡ് ചെയ്തത്. അപ്പൊ ഇന്ന് 2 സെഷനാണ്. Okay. ശരി. Okay. മോർണിംഗിലും ഈവനിങ്ങിലും ആയി. So duty is like 2 shift ആണോ? ഇല്ല, ഒരു ഷിഫ്റ്റേ ഉള്ളൂ. 6 to 2 ആണ് ഷിഫ്റ്റ്. Okay, 6 to 2. Okay, very good. So anyway, അപ്പോൾ നിങ്ങൾ എന്നുവെച്ചാൽ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തു, ഇന്നലെ അറ്റൻഡ് ചെയ്തു, ഫോർഗിവ്നെസ് തെറാപ്പി ചെയ്തു അല്ലേ? ചെയ്തു. അത് കംപ്ലീറ്റ് ആക്കി. വാച്ച് ചെയ്തെല്ലാം കംപ്ലീറ്റ് ആയി. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല റിലാക്സേഷൻ ഉണ്ട്, നല്ല ഒരു ഫീലിംഗ് ഉണ്ട്. ഓക്കെ, ഫോർഗിവ്നെസ് തെറാപ്പി എത്ര പേർക്ക്, മറ്റുള്ള കുറേ ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, അവരുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് പറയാമോ? Okay. All right. Thank you so much coming here and let's share the celebration. നമ്മുടെ ഒരു നിങ്ങൾ മോർണിംഗിൽ നമ്മളുടെ കൂടെ മെഡിറ്റേഷനിൽ ജോയിൻ ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഒന്ന് കമന്റ് ചെയ്യാവോ? എത്ര ഡേയ്സ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ഒരു മോർണിംഗ് സെഷനിൽ? നിങ്ങൾ ഒരു വിധം, ഐ മീൻ 1-2 ദിവസമൊക്കെ വിട്ടുപോയിട്ടുണ്ടാകും, എന്നാലും കുഴപ്പമില്ല. So continuously, how many days you have been doing? 1 week, Nishad. Okay, then 2 months, 10 days, Shahil and Nazri. Okay, 2 days, Ullas, Simi, 7 days, 1 week, Arum, 1 month, 2 months, Bashir. Okay, very good. Bashir, okay, 2 months, Hiba. Okay, 60 days, Rashida. Okay, very good. Okay, 60 days. So 2 months വന്നിട്ടുള്ള ആൾക്കാർ അവരുടെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? ഒരു 2 മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തപ്പോൾ ഉള്ളൊരു ഡിഫറൻസ് എന്താണ്, ഫീലിങ്സ് എന്താണ് നിങ്ങൾക്ക്? അതുകൊണ്ടുണ്ടായിട്ടുള്ള ബെനിഫിറ്റ്സ് വല്ലതുണ്ടോ? ഏതെല്ലാം രീതിയിലെ ബെനിഫിറ്റ്സ് ഉണ്ട്? കാരണം മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നല്ല ബെനിഫിറ്റ്സ് ഉണ്ടാവും. ആൻഡ് വി ഹാവ് യെസ്, പറഞ്ഞോളൂ. ആരാണ് പറയുന്നത്? ഓക്കെ, ആർക്കും പറയാം. മിന്ന പറയുന്നുണ്ടോ? ഹലോ, പറഞ്ഞോളൂ റഷീദ. ഞാൻ 2 മാസത്തോളായി. അതില് 1-2 ദിവസം വിട്ടിട്ടുണ്ടാവും. അതല്ല. ഓക്കെ, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മാറ്റം സ്വഭാവത്തിൽ വന്നിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്? എന്താണ് സംഭവിച്ചാല് ഒരുപാട് ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനിലൊക്കെ പിടിച്ചു നിൽക്കാന്, ദേഷ്യപ്പെടാതിരിക്കാന്, അങ്ങനെയുള്ള ഒരുപാട് മെച്ചം വന്നിട്ടുണ്ട്. അത് ഹീലിംഗും കൂടെ ആയി വന്നപ്പോ കുറെ മാറ്റം വന്നു. ഇപ്പൊ നമ്മുടെ പ്രോഗ്രാമിലും കൂടി പങ്കെടുക്കുന്നുണ്ടോ? റിലേഷൻഷിപ്പിൽ പങ്കെടുത്തു. റിലേഷൻഷിപ്പിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, വെരി ഗുഡ്. സോ അതും കൂടെ വന്നപ്പോൾ ശരിക്കും കംപ്ലീറ്റ്ലി ഒരു വലിയ ഷിഫ്റ്റിലേക്ക് വന്നു അല്ലേ?
അഡീഷണൽ ഹീലിംഗ് ചെയ്യാറുണ്ടോ? നമ്മുടെ ഗ്രൂപ്പിലുള്ള കോഴ്സിൽ ആ പങ്കെടുക്കുന്ന ഹീലിംഗ് ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. പിന്നെ ഫോർഗീവ്നെസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരുപാട് ഉണ്ടായതുകൊണ്ട് പതുക്കെ ഇങ്ങനെ ഒരുപാടുണ്ട്. കാരണം Okay. ഒരുപാട് കാലത്ത് തന്നെ ഉണ്ടായതുകൊണ്ട് Yeah. അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഉം. അറ്റ്മോസ്ഫിയർ മാറാത്ത ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. Okay, കാരണം very ക്ഷമിക്കാൻ പറ്റുന്നുണ്ട്. yes. ക്ഷമിക്കാൻ Very, പറ്റുന്നുണ്ട്. very good. സങ്കടം കുറച്ചും കൂടെ ഇമോഷൻ പോവാനുണ്ട്. ദേഷ്യം കംപ്ലീറ്റ് പോയി. പക്ഷെ ആ ഒരു സങ്കടം ഉണ്ട്. Grief. ആ കാര്യങ്ങള് ആലോചിക്കുമ്പോ സങ്കടം മാത്രമേ ഉള്ളൂ. Okay. ദേഷ്യം വരുന്നില്ല അതിന് ആരോടും. ഹീൽ ചെയ്തിട്ട് എന്ത് ചെയ്യണം? ലൈക്ക് നമ്മുടെ കോഴ്സ് ചെയ്യുന്നവർ ചെയ്യുന്ന ഗ്രൂപ്പ് മെന്റേഴ്സ് നൽകുന്ന ഗ്രൂപ്പ് ഹീലിംഗ് ഉണ്ടല്ലോ, അതിൽ അതെ. സ്ഥിരമായിട്ട് പങ്കെടുത്തിട്ട് വേണമെങ്കിൽ അവരോട് സ്പെഷ്യലായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഇത്തരത്തിലുള്ള സങ്കടം അങ്ങനെയുള്ള കാര്യങ്ങൾ മാറാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് റിക്വസ്റ്റ് ചെയ്യാം കേട്ടോ. അത് പിന്നെ ഇങ്ങനെ വരുമ്പോ ഈ ഇമോഷൻ പോവാൻ വേണ്ടിയിട്ടുള്ള ഹീലിംഗ് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അതായത് ജസ്റ്റ് ആ ഒരു ഇമോഷൻ മാത്രം എടുത്തിട്ട് ഹീൽ ചെയ്യാൻ പറ്റും കേട്ടോ. പറ്റും. അതായത് നിങ്ങൾ ടാപ്പ് ചെയ്യാം. ടാപ്പ് ചെയ്യുമ്പോൾ സങ്കടം വരുന്ന നിമിഷങ്ങൾ, കാര്യങ്ങൾ ആലോചിച്ചിട്ട് അല്ലെങ്കിൽ അതിന് ഓർമ്മകൾ ആലോചിച്ചിട്ട് ടാപ്പ് ചെയ്യാം. അപ്പോൾ ഒരു ഇമോഷൻ കിട്ടും അല്ലെ? ആ ഒരു ഇമോഷൻ മാത്രം എടുത്തിട്ട് എന്ത് ചെയ്യാം? ഇപ്പോൾ ഞാൻ ഫീൽ ചെയ്യുന്ന ആ ഇമോഷൻ അതായത് സങ്കടം, ആ ഒരു വല്ലാത്ത സങ്കടം, അപ്പൊ അതിങ്ങനെ മാറിക്കളിക്കും. ഇമോഷൻസ് ചിലപ്പോൾ മാറിക്കളിക്കും. സങ്കടം ഉണ്ടാവും, ചിലപ്പോൾ ദേഷ്യം വരും, ചിലപ്പോൾ. അപ്പോൾ ഓരോ റൗണ്ടിലും എന്ത് ചെയ്യുക? ആ സങ്കടം, ആ വിഷമം മാത്രം ഇങ്ങനെ പറഞ്ഞ് ടാപ്പ് ചെയ്താൽ മതി. അതിങ്ങനെ കട്ടായി. ടാപ്പിംഗ് ആണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ടാപ്പിംഗ് മീൻസ് ലൈക്ക് ഒരു നമ്മൾ കാട് വെട്ടിക്കളയുന്ന പോലെയാണ്. നമ്മളൊരു അരിവാൾ എടുത്തിട്ട് ഇങ്ങനെ കാട് വെട്ടിക്കളയാം, അല്ലെങ്കിൽ മരത്തിന്റെ ചില്ലകൾ, കൊമ്പുകൾ വെട്ടുന്ന പോലെയാണെന്ന് വെച്ചാൽ ടാപ്പിംഗ് എന്ന് പറയുന്നത്. ഇമോഷൻസ് ഇങ്ങനെ ടാപ്പ് ചെയ്യുന്ന ഓരോ ടാപ്പിങ്ങിലും അതിങ്ങനെ കട്ടായി. സോ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. അപ്പൊ നിങ്ങൾ ആ ഒരു ഇമോഷൻ മാത്രം ഫോക്കസ് ചെയ്തിട്ട് കട്ട് ചെയ്യുക. അപ്പൊ എന്താണോ ഇമോഷൻ ഉണ്ടല്ലോ, ആ ഇമോഷൻ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ടാപ്പ് ചെയ്യും. ദാറ്റ് ഇമോഷൻ, ആ ഒരു ഇമോഷൻ, ഞാനിപ്പോൾ ഫീൽ ചെയ്യുന്ന ആ ഒരു ഇമോഷൻ, ആ പേര് മാത്രം പറഞ്ഞാൽ മതി. ജസ്റ്റ് സിംപ്ലി പറയാറ്. നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് EFT കോഴ്സ് ചെയ്തതുകൊണ്ട് അതിന്റെ അവയർനെസ് ഉണ്ട്. ആ അവയർനെസ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് അത് ഓട്ടോമാറ്റിക്കലി കറക്റ്റായിട്ട് ബോഡിയിലേക്ക് കണക്റ്റഡ് ആകും. കോഴ്സ് ചെയ്യാത്തവർക്ക് അത് അത്ര എഫക്റ്റീവ് ആയിക്കൊള്ളുന്നില്ല. പക്ഷെ കോഴ്സ് ചെയ്ത ആൾക്കാർക്ക് എന്താ വെച്ചാൽ ദേ നോ ദ പ്രോസസ്, റൈറ്റ്? സോ ഇറ്റ് വിൽ എഫക്ട് ദം ലൈക്ക് എനിത്തിങ്. ഒറ്റക്ക് ഇരുന്നിട്ടും ആദ്യം പറ്റില്ലായിരുന്നു. പിന്നെ ഒറ്റക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ടാപ്പിംഗ് ഓക്കെ ചെയ്യാൻ പറ്റുന്നു. വെരി ഗുഡ്. ഓക്കെ, ഇനി വേറെ ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാവോ? വേറെ ഒരു 2 മാസം കഴിഞ്ഞവരുണ്ടാവും. താങ്ക് യു റഷീദ് മാം, താങ്ക് യു സോ മച്ച്. പറഞ്ഞോളൂ. ഹലോ. ഓക്കെ, പറഞ്ഞോളൂ. ജസീലാണ്. ജസീല പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. മോർണിംഗ് മെഡിറ്റേഷൻ ചെയ്ത് സംസാരത്തിന് മെച്ചോർഡായിരുന്നു സ്കൂളിൽ നിന്ന് പറയുന്നുണ്ട്. ഓക്കെ, സംസാരം പതിയെ മെച്ചോർഡായി വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അല്ലേ? പിന്നെ വീട്ടുജോലിയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. എങ്ങനെ? വീട്ടുജോലിയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, വീട്ടുജോലിയൊക്കെ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അല്ലേ? അതൊക്കെ ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട് അല്ലേ? ഇമ്പ്രൂവ്മെന്റ് ആയി വരുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഉഷാറാവട്ടെ, ഇനിയും കൂടുതൽ ഇമ്പ്രൂവ് ആവും കേട്ടോ. നല്ല ധൈര്യത്തോടു കൂടി ഒക്കെ സംസാരിക്കണം ജസീല കേട്ടോ. അതാണ് ഇപ്പൊ വന്നല്ലോ, ഞാൻ പറഞ്ഞപ്പോ വന്നല്ലോ. ഓക്കെ, അപ്പം എന്താ വെച്ചാൽ ധൈര്യത്തോടു കൂടി സംസാരിക്കുക. ചിരിക്കുമ്പോൾ മുഖം പൊത്തി വെക്കണ്ട. നല്ല ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് ചിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കുക. വേറെ പ്രത്യേകിച്ച് കൂടുതൽ കാട് കയറി ചിന്തിക്കുക, വിഷമിക്കൊന്നും വേണ്ട. എല്ലാം റെഡി ആവും കേട്ടോ. ജസീല ഇങ്ങനെ ചിരിച്ചിട്ട് ഇങ്ങനെ കാണാറില്ല. എപ്പോഴും ഇങ്ങനെ ഒരു ഇതുപോലെയാണ് സംസാരിക്കാറ്. ചിരിച്ചിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ ജസീലയ്ക്ക് ഫാൻസ് ഉണ്ട് ഇവിടെ. ജസീലയ്ക്ക് എന്താ പറയാ, നല്ല ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ എപ്പോഴും കണ്ണിൽ വെള്ളം നിറച്ചിട്ടുള്ള ജസീലയെ കാണാറ്. അതെ, മാറി വരുന്നുണ്ട് ജസീല, ഒരുപാട് മാറ്റി. ഇഷ്ടല്ല സാർ. എങ്ങനെ? എനിക്ക് എന്നതിനും ഇഷ്ടമില്ല. ഇഷ്ടമാണ്, ഇനി പറയരുത്. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. കാരണം ജസീലയ്ക്ക് ആ ഒരു ഇഷ്ടക്കേട് വന്നത് എന്താ വെച്ചാൽ ഒരുപാട് പേര് പലതും പറഞ്ഞ് അങ്ങനെ ആയിപ്പോയതാ. ജസീലയല്ല അതിന് കുറ്റക്കാരി കേട്ടോ. ജസീലയുടെ ഈ ഒരു എന്താ പറയാ വിഷമം പ്രയാസമൊക്കെ ഉള്ള കുറച്ച് മുൻപുള്ള, എന്നല്ല ഇപ്പൊക്കെ ജസീല ഓക്കെയാണ്.
ഇതിന് മുൻപുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ജസീലയ്ക്ക്, ഭയങ്കര വിഷമവും ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ. അപ്പൊ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് ഉഷാറായി വന്നില്ലേ? അപ്പോൾ ആ ഒരു മുൻപുള്ള ഒരു അവസ്ഥ ജസീല കടന്നു പോയിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ആ അവസ്ഥയിൽ ജസീലയ്ക്ക് ഉണ്ടായിരുന്ന എന്താ പറയുക, അതിലേക്ക് ജസീല എത്തിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു. ജസീല അത് മാത്രമല്ല, പല ആൾക്കാരും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് സ്വയം വെറുക്കുന്ന ആദ്യം സ്കൂളിൽ ജോലി പറയട്ടെ, പോകുമ്പോഴൊക്കെ ഞാൻ സ്കൂളിൽ പറയട്ടെ. ജോലി ചെയ്യുമ്പോഴൊക്കെ ആ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ്. വെരി ഗുഡ്. അപ്പൊ ഈ ഒരു ജസീല ഉള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയതിന്റെ കാരണം എന്താണ്? ചെറുപ്പത്തിൽ മുതൽ ജസീലയ്ക്ക് ഒരുപാട് പരിഹാസവും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും കുറ്റപ്പെടുത്തലും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. സ്വർണ്ണോ, ശരിയാണോ? അതെ. അങ്ങനെ അവർ പറഞ്ഞത് കേട്ട് 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 അത് നമ്മളുടെ ഉള്ളിലേക്ക് എന്തായി മാറി. ഒരു കാര്യം ഒരുപാട് തവണ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും നമ്മൾ അറിയാതെ നമ്മുടെ ശരീരം അത് വിശ്വസിച്ചു പോകും. നമ്മുടെ ലോജിക്കൽ മൈൻഡിന് അത് വിശ്വസിക്കാൻ താല്പര്യമില്ല, വിശ്വസിക്കില്ല, എതിർക്കുകയൊക്കെ ചെയ്താൽ പോലും അറിയാതെ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ് എന്ത് ചെയ്യും, നമ്മളുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാതെ ഉള്ളിലേക്ക് എടുക്കും. അപ്പൊ അവരോടുള്ള അവരാ പറഞ്ഞതിലുള്ള ദേഷ്യവും വിഷമവും സംഗതികളൊക്കെ നമുക്ക് നമ്മളോടുള്ള ഒരു വെറുപ്പായിട്ട്, ഒരു വെറുപ്പിന്റെ പ്രസൻസ് ആണ്. ആ വെറുപ്പിന്റെ പ്രസൻസ് നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ അത് നമ്മളോടുള്ള വെറുപ്പായിട്ടാണ് വരിക. മനസ്സിലാകുന്നത്? എല്ലാവരും മനസ്സിലാക്കുക. ആരോടെങ്കിലും നമ്മുടെ ഉള്ളിൽ വെറുപ്പ് വെച്ച് കഴിഞ്ഞാൽ, ആരുടെയെങ്കിലും നമുക്ക് വെറുപ്പുണ്ടായി കഴിഞ്ഞാൽ ആ വെറുപ്പ് റിഫ്ലക്ട് ചെയ്യുന്നത് നമുക്ക് നമ്മളോടുള്ള വെറുപ്പായിട്ടാണ്. കാരണം നമ്മൾ അത് കൊണ്ട് നടക്കുകയാണ്. ഇതുവരെ ഒരുപാട് മനസ്സിലായോ? ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഓരോരോ സ്ഥലത്ത് വെച്ചിട്ട് ഓരോരോ ദേഷ്യം പെടുന്നതും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ അതൊക്കെ മാറി ലെവലായി വന്ന്. വെരി ഗുഡ്. അപ്പൊ അതെല്ലാം മാറി മാറി ഉഷാറായിട്ട് വരണം. ജസീല നല്ല രീതിയിലേക്ക് ഉഷാറായിട്ട് വന്ന് നല്ല ഉയരങ്ങളിലേക്ക് ഉഷാറായിട്ട് എത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തണം. അതിന് വേണ്ടിയിട്ട് എൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും, നമ്മുടെ കൂടെ ഉണ്ടാവണം. പ്രോഗ്രാമിൽ കാലിക്കൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റെടുക്കാം, നിങ്ങൾ വരണം കേട്ടോ. നിങ്ങൾ പേയ്മെന്റ് ഒന്നും ചെയ്യേണ്ട, പ്രോഗ്രാമിൽ ഉണ്ടാകുന്ന സമയത്ത് എന്തായാലും വരണം. ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പൊ അത് ഞാൻ തന്ന വാക്കാണ്, എന്തായാലും നമ്മൾ പാലിക്കും. എന്തായാലും ജസീല എന്ത് ചെയ്യണം, പ്രോഗ്രാമിലേക്ക് വരണം, നമുക്ക് അവിടെ വെച്ചിട്ട് മീറ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പം ജസീലയുടെ കാര്യങ്ങളിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുന്ന അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കാണാം, പ്രോഗ്രാമിൽ വെച്ചിട്ട് കാണാം. ഇനി വേറെ ആരെങ്കിലും എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? എനിബഡി? ഹലോ, ഞാൻ ആയിഷ. ആയിഷ മാം പറഞ്ഞോളൂ. ലൈക്ക് നിങ്ങൾ എനിക്ക് നല്ല കാര്യങ്ങളൊക്കെ പങ്കെടുത്തിട്ടുള്ള നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞോളൂ. ഗുഡ് റിസൾട്ട് ആണ് എനിക്ക് ഇന്നലെ ഉണ്ടായത്. യാ, പറയാൻ പറ്റാത്ത, എനിക്ക് ഇന്നലെ ക്ലാസ്സിൽ ഇരുന്നപ്പോൾ തന്നെ ഭയങ്കര റിലാക്സ് ആയി. മറ്റേത് എനിക്ക് ക്ലാസ്സിൽ ഇരിക്കുമ്പം ഹീലിംഗിന്റെ ഭാഗമായിട്ടായിരിക്കും ഭയങ്കര പനി വരുന്നത് പോലെ ക്ഷീണം ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഇന്നലെ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് എനിക്ക് ഇരുന്ന് ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറ്റി. ഓക്കെ. പിന്നെ എടുത്തു പറയേണ്ടത്, ഞാന് രാത്രി സെൽഫ് ലവ് ചെയ്തു. എനിക്ക് ഉറക്കം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സന്തോഷം കൊണ്ട്. എന്റെ മനസ്സിങ്ങനെ ഒരു തൂവല് പോലെ ഇങ്ങനെ പാറി നടക്കുമായിരുന്നു. ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷം. എന്നിട്ട് ഞാൻ കുറേ നേരം 10-11 ആയിട്ടുണ്ട് കിടന്നപ്പോ. പാട്ടൊക്കെ വെച്ചു, നല്ല ഹാപ്പി ആയിട്ട് സെൽഫ് ലവ് ചെയ്തു. അപ്പൊ സെൽഫ് ലവ് ചെയ്യുമ്പോ മോൻ ചോദിക്കുന്നുണ്ട്, മമ്മ ആരോടാണ് ഈ ഐ ലവ് യു പറയുന്നത് ഈ രാത്രി? അങ്ങനെ എന്നെ കളിയാക്കി. ഞാൻ എന്നെ തന്നെ കെട്ടിപ്പിടിച്ച് കുറെ ഉമ്മ കൊടുത്തു, സാന്ത്വനിപ്പിച്ചു. ഇനി നിനക്ക് ഞാനുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ ചെയ്തു. പിന്നെ ഇന്നലെ നമ്മൾ രാത്രി ചെയ്ത തെറാപ്പിയിൽ ഒരു വ്യക്തി ക്യാഷ് തരാനുണ്ടായിരുന്നു. അപ്പോ അതിന്റെ മെസ്സേജ് ഇന്നലെ രാത്രി എനിക്ക് വന്നു. വർഷങ്ങളായിട്ട് കിട്ടാനുള്ളൊരു പണമായിരുന്നു. അപ്പൊ എനിക്ക് എത്രയും പെട്ടെന്ന് ആ ക്യാഷ് എത്തിച്ചു തരാന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു. ഈ ഫോർഗിവ്നെസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം? യെസ് യെസ് യെസ്. അല്ല, എനിക്ക് ഓർമ്മയുണ്ട് മാം എന്നോട് നമ്മുടെ പ്രോഗ്രാം ചെയ്യുന്നതിന് മുൻപ് എനിക്ക് ഇത്രയും പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട്, എനിക്ക് ഇങ്ങനെ പോയിട്ടുണ്ട് എന്നൊരു അതെ അതെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട്. അതെ. എനിക്ക് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെയുള്ള റിസൾട്ടുകൾ കേൾക്കുമ്പോ ഉണ്ടല്ലോ, ഇതാണ് ഞാൻ പറയുന്നത്. പല ആൾക്കാർക്കും വിശ്വാസം ഇല്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ക്ലാസ്സിൽ. ഇനി ഓർമ്മയുണ്ടോ? അതെ 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 അതെ. അത് മറികടക്കാനാണ് എല്ലാരും വിശ്വസിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാനിപ്പോ നീ ഇത് പറയുന്നത്. അതെ അതെ, എനിക്ക് കുറച്ചൊരു ഇതുണ്ടായിരുന്നു. ലോജിക്കലി തിങ്ക് ചെയ്യുമ്പോ ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മള് പിന്നെ സാറ് പറഞ്ഞില്ലേ അങ്ങനെ ചിന്തിക്കരുത്, എന്നാ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാൻ അങ്ങനെ ചിന്തിക്കാം. പിന്നെ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് പുള്ളിക്കാരന് വലിയ കുലുക്കൊന്നുമില്ല. നീ എന്താന്ന് വെച്ചായിക്കോ, എന്നെ വിളിക്കണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തായാലും വരും, നോക്കിക്കോ.
അതെ അല്ലേ, അറിയില്ല അത്രേ ഉള്ളൂ. എന്താന്ന്. ഞാൻ കേട്ടില്ല. ഇന്നലെ ഞാൻ സാറിനെ പൂർണ്ണമായിട്ട് കണ്ണടച്ച് വിശ്വസിച്ചു. Yeah, എനിക്കിനി വേറെ ഒന്നുമില്ല. എനിക്കിനി ഇത് ചെയ്തിട്ട് എനിക്ക് നഷ്ടപ്പെട്ട എല്ലാ സംഗതികളും എനിക്ക് നേടണം. yeah, അതിലേക്ക് മാത്രമായിട്ടാണ് ഞാൻ ഇന്നലെ ഫോക്കസ് ചെയ്ത് ആ തെറാപ്പി ചെയ്തത്. അതിന്റെ റിസൾട്ട് എനിക്ക് അമേസിംഗ് ആണ്. എത്ര പറഞ്ഞാലും എനിക്ക് വാക്കുകളില്ല അതിന്. ഈ ലോകം തന്നെ കീഴടക്കിയ ഒരു പ്രതീതിയാണ് എനിക്ക് ആ മെസ്സേജും കൂടി കണ്ടപ്പോൾ. ഇനി ഞാൻ ഒന്നൊന്നായി ഓരോന്ന് നേടിയിരിക്കും. എനിക്ക് ആ കോൺഫിഡൻസ് എനിക്ക് ഭയങ്കരമായിട്ട് വന്നു. yeah. മാഷാ അല്ലാ, മാഷാ അല്ലാ. സാറിനും നമ്മളിപ്പോ ഒരു കുടുംബാണ്. സാറ് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, നമ്മൾ ഇനി ലൈഫ് ലോങ് നമ്മൾ ഒന്നായിട്ടാണ് ഇനി ഉള്ളതെന്ന്. Yeah. അപ്പൊ അതും കൂടി കേട്ടപ്പോ എനിക്ക് പൂർണ്ണമായിട്ടും വിശ്വാസമായി. ആ ഒരു ബലത്തിൽ ഞാൻ ഇനി മുന്നോട്ട് ജീവിക്കും. പിന്നെ തീർച്ചയായിട്ടും. എനിക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുണ്ട് ഒരാളോട്. Yeah, നമ്മളെ ഈ ഗ്രൂപ്പിലുള്ള ഒരു സാറാണ്, ജോസഫ് സാറ്. okay. അപ്പൊ ഒരു പ്രാവശ്യം ഞാന് ഫീസ് അടക്കാനും വേണ്ടിയിട്ട് പിന്നെ ശരത്തിനെ വിളിച്ചപ്പം ശരത്ത് ഫോൺ എടുക്കുന്നുണ്ടായില്ല, ഒരു മീറ്റിംഗിലായിരുന്നു എന്ന് പറഞ്ഞു. ഉം. അപ്പൊ എനിക്ക് അപ്പൊ തന്നെ ക്യാഷ് അടക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരു വഴിയില്ല. ഞാൻ ഗ്രൂപ്പിൽ നിന്ന് ജോസഫ് സാറ് നമ്പർ എടുത്തിട്ട് സാറിനോട് ചോദിച്ചിട്ടാണ് സാറിന്റെ നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്തത്. Okay. അങ്ങനെ ജോസഫ് സാറായിട്ട് സംസാരിച്ച് എനിക്ക് ജോസഫ് സാർ ഒരു ഗിഫ്റ്റ് ഒക്കെ തന്നു, ഒരു ബുക്കൊക്കെ തന്നു. Okay. താങ്ക് യു ജോസഫ് സാർ. സാർ Thank- ഇതിലുണ്ട്. അറിയാം. ഞാൻ അപ്പൊ കാണും. അതും കൂടി എനിക്ക് അറിയിക്കണം എന്നുണ്ടായിരുന്നു. താങ്ക് യു. All right. Thank you so much, Aisha ma'am. This is so wonderful news. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് പണം ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് കടം വാങ്ങിച്ചിട്ട് തരാതിരിക്കുകയോ പണം തട്ടിക്കൊണ്ടുപോവുകയോ സാമ്പത്തിക നഷ്ടമോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫൊർഗീവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവർ ആ പണം കൊണ്ടുതരും എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അപ്പോൾ ഇത് ആയിരുന്നു പറഞ്ഞിരുന്നത്. പറയുമ്പോൾ കേൾക്കുമ്പോൾ പലർക്കും വിശ്വാസം ഉണ്ടാവില്ല. പക്ഷേ ആ ഒരു സംഗതി ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പൊ റിയൽ റിസൾട്ട് ആയിട്ട് നമ്മുടെ മുൻപിൽ കണ്ടിരിക്കുകയാണ്. ഇന്നലെ പലർക്കും എന്താ പറയാ വിശ്വാസം ഉണ്ടായിരിക്കില്ല അല്ലെ? ജബിൻ, കേട്ടിട്ട് എന്താ തോന്നുന്നത്? എങ്ങനെയുണ്ട്? സൂപ്പർ, നല്ല നല്ല എക്സ്പീരിയൻസ് ആ, കേട്ടിട്ട് തന്നെ ഭയങ്കര സന്തോഷം തോന്നുന്നു. ആഹാ, അടിപൊളി. ജെവിൻ എന്താ പറയാ, ഇപ്പം വളരെ നല്ല എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു ഫൊർഗീവ്നെസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തതിനു ശേഷം? അടിപൊളിയായിരുന്നു. എനിക്ക് ഒരാളോട് ഇതുപോലെ ഇതുണ്ടായിരുന്നു, പക്ഷെ പുള്ളിക്കാരൻ ലാസ്റ്റ് എന്നോട് പറയുവാണ്, ഞാൻ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത സമയത്ത് പുള്ളി പറയാൻ, എനിക്കല്ലെങ്കിലും അന്നേ ദേഷ്യമൊന്നും ഇല്ലായിരുന്നു, നിനക്ക് മാത്രമേ ഉള്ളായിരുന്നല്ലോ. അതായത് ഭയങ്കര ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു ഫേസ് ആ കണ്ടേ. ഞാൻ അതുകൊണ്ട് അന്നേരം തന്നെ പറഞ്ഞു, സാറേ 10 പെട്ടെന്ന് 0 ആയെന്ന് പറഞ്ഞു. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. അടിപൊളിയാണ്. കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ, കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ആ മെത്തേഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, വെരി ഗുഡ്. എനിവേ, താങ്ക് യു സോ മച്ച്. പറഞ്ഞോളൂ. എനിക്ക് ഈ ഈവനിങ് ക്ലാസ് നഷ്ടപ്പെടുന്നത് ഭയങ്കര സങ്കടമുണ്ട് സാർ. ജോയ്സനാണ് സാർ. ജോയ്സൺ, ആ സങ്കടം നമുക്ക് മാറാനും ഈവനിങ് ക്ലാസ് നഷ്ടപ്പെടാത്തൊരവസ്ഥയിലേക്ക് എത്താനും ഒരു വഴിയുണ്ട്. ആ വഴി ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ പക്ഷെ ആ സമയത്താണ് സാർ ഇവര് എല്ലാവരും വിളിക്കുന്നത്. എനിക്ക് അത് കാരണം കൊണ്ട് അത് അറ്റൻഡ് ചെയ്യണം, കോൾ അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നു. ഇല്ല, നിങ്ങൾ അവർക്ക് നിങ്ങൾ ഫൊർഗീവ് ചെയ്യുക. പക്ഷെ ഞാന് ഡേ 4 വരെ എത്തിയിട്ടുള്ളൂ. അപ്പൊ തന്നെ എനിക്ക് കോൾഡ് വന്നിട്ട് ഇതുവരെ മാറിയിട്ടില്ല. പിന്നെ അന്ന് 4ാമത്തെ ഡേയില് ടാപ്പിംഗ് ചെയ്തപ്പോ എനിക്ക് നല്ല പുറം വേദനയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2ാമത്തെ ടാപ്പിംഗ് കഴിഞ്ഞപ്പോ നല്ല റിലാക്സ് ആയി. പിന്നെ എനിക്ക് ചെയ്യാനേ പറ്റിയിട്ടില്ല, ഡേ 5 ചെയ്യാനേ പറ്റിയിട്ടില്ല. ഓക്കെ, ചെയ്യണം. അത് നിങ്ങൾ പറ്റുമെങ്കിലേ ഇവരോട് റിക്വസ്റ്റ് ചെയ്യൂ. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോട് അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്തിട്ട് എന്താ വെച്ചാൽ ചെയ്യൂ. അതല്ലെങ്കിൽ അവരോട് ജസ്റ്റ് എൻ്റെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാം. അവരോട് നിങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ അവർ നിങ്ങളെ വിളിക്കാതെ ഇരിക്കുന്നു, പ്രോഗ്രാമിലേക്ക് അവർ നിങ്ങളോട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറയുന്നതായിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക. സമ്മതം തരുന്നതായിട്ടും അവർക്കിപ്പോൾ പെർമിഷൻ ഇല്ലല്ലോ, ഉണ്ടോ? ഓക്കെ, അപ്പോൾ അത് അവർ നിങ്ങൾക്ക് പെർമിഷൻ തരുന്നതായിട്ടും നിങ്ങളെ നല്ല രീതിയിലേക്ക് എന്താ വെച്ചാൽ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടൊക്കെ മനസ്സിൽ വിഷ്വലൈസേഷൻ കാണുക. എന്നിട്ട് അവർക്ക് എന്താ വെച്ചാൽ ഇതുവരെ അവർ എന്തെങ്കിലും എതിർപ്പ് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ അവർക്ക് ഫൊർഗീവ് ചെയ്യാം. ഇതൊന്ന് ജസ്റ്റ് മനസ്സിൽ കണ്ടിട്ട് ഞാൻ നിങ്ങൾക്ക് ക്ഷമിച്ചിരിക്കുന്നു, നിങ്ങളോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, നിങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്, ഐ ലവ് യു സോ മച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് എന്ത് ചെയ്യുക, അവർ നിങ്ങൾക്ക് ആ അനുവാദം തന്ന് നിങ്ങളെ വെറുതെ ഫ്രീ ആക്കി കോഴ്സ് കൂടെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വിട്ടത് നിങ്ങൾ മനസ്സിൽ കാണും. കുഴപ്പമൊന്നുമില്ല, വിഷമിക്കേണ്ട. നിങ്ങളുടെ അടുത്ത് എല്ലാ ക്ലാസ്സസും ഉണ്ട്. ആ ക്ലാസ്സസ് കറക്റ്റായിട്ട് ഓരോന്നോരോന്നായിട്ട് കേൾക്കട്ടോ. ഇപ്പൊ എന്താ വെച്ചാൽ ഹീലിംഗ് നടക്കുന്നതുകൊണ്ടായിരിക്കും ഈ ജലദോഷം ബുദ്ധിമുട്ടൊക്കെ വന്നത്.
വറീഡ് ആവണ്ട. എന്തായാലും ക്ലാസ് ഇരുന്നിട്ട് സമയം കണ്ടെത്തിയിട്ട് കേൾക്കും കേട്ടോ. പതിയെ നിങ്ങൾ എന്ത് വെച്ചാൽ ഒരു 5 മിനിറ്റ് എങ്കിലും കേൾക്കുക എന്നുള്ള 10 മിനിറ്റ് കേൾക്കുക എന്നുള്ള രീതിയിൽ കേട്ടാൽ മതി. ഫുൾ ക്ലാസ് കേൾക്കുക എന്നുള്ള രീതിയിൽ കേൾക്കണ്ട. ഒരു 10 മിനിറ്റ് കേൾക്കുക എന്നുള്ള രീതിയിൽ കേൾക്കുക. അപ്പൊ അങ്ങനെ കേൾക്കുമ്പോൾ പതിയെ പതിയെ ഒരു കോൺഫിഡൻസ് കയറി വരും. ഇപ്പം മനസ്സിലൊരു സംഗതി ഉണ്ടല്ലേ, ഒരുപാട് ക്ലാസ് പെൻഡിങ് ഉണ്ട്, ഇപ്പൊ ഇതൊക്കെ കേട്ട് തീർക്കണ്ടേ എന്നുള്ള തിങ്കിങ് ഒക്കെ വരുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു തിങ്കിങ് ഇല്ല. പക്ഷെ ഇത് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ട്. അതെ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ. പറഞ്ഞോളൂ. വീട് പണി നടക്കണ കാരണം കൊണ്ട് ഉം. എനിക്ക് അത് രണ്ടും കൂടി ടാൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ശരിക്കും അത് കുഴപ്പമില്ല. പക്ഷെ ഒരു ടൈമേ എപ്പോഴെങ്കിലും ഏർലി മോർണിംഗിലോ എപ്പോഴെങ്കിലും കുറച്ച് ടൈം കണ്ടെത്തൂ കേട്ടോ. ഓക്കെ സർ. അരമണിക്കൂർ രാവിലെ, അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 1 അവർ മോർണിംഗിലും 1 അവർ ഈവനിങ്ങിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ടൈം കണ്ടെത്തിയിട്ട് ഒന്ന് ചെയ്താൽ മതി. അതൊക്കെ നടക്കും. അതൊക്കെ ടൈം കിട്ടും. വെറുതെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കും കേട്ടോ. മനസ്സിലൊരു പ്ലാൻ ഉണ്ട് എങ്ങനെ നിങ്ങൾ അറ്റൻഡ് ചെയ്യും എന്നുള്ളത് കേട്ടോ. ഞാൻ ഫസ്റ്റ് ഒരു മൂന്നാമത്തെ ദിവസം തൊട്ട് ഞാൻ ഡ്യൂട്ടി ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടതായിരുന്നു. അതായത് ഇവിടുന്ന് പറയുന്നതിന് മുന്നേ ഞാൻ ഓരോ ലിസ്റ്റ് ഉണ്ടാക്കിയിടും, ഇന്ന കാര്യം ഇതിൽ ചെയ്യണം എന്നുള്ള ഒരു ഇത് ഉണ്ടാക്കിയിട്ടായിരുന്നു. പക്ഷെ ഇതുവരെ ഞാൻ അങ്ങനെ ഒരു പ്ലാൻ ആയിട്ടുണ്ടായിരുന്നില്ല. റെഡിയായി വരുന്നുണ്ട്. അപ്പൊ ഇനി ബാക്കിയെല്ലാം റെഡി ആയിക്കോളും. ഓക്കെ, ലെറ്റ്സ് ബി ഓൺ ദ ട്രാക്ക്. അന്നാണ് ഇവര് പറയുന്നത് ഈ ഇത് അറ്റൻഡ് ചെയ്യണ്ടെന്നൊക്കെ പറയുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമായി. പിന്നെ എല്ലാം ഓക്കെ, പിന്നെ അതൊക്കെ കയ്യിൽ നിന്ന് പോയി. അത് സാരമില്ല, എല്ലാം റെഡി. ഇനി അത് പറയണ്ട കേട്ടോ. നമ്മൾ കയ്യിൽ നിന്ന് പോയി വിഷമമായി സങ്കടമായി എന്നൊന്നും പറയണ്ട. കാരണം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും തന്നെ നമ്മുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യണം, നമ്മളെ കമാൻഡ് കൊടുത്ത് വിശ്വസിപ്പിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇനി അത് പറയണ്ട. ഓക്കെ, ശരി. നമുക്ക് ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ആരാണ്? നമ്മളിപ്പോ എന്തെങ്കിലും ചിന്തിക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു കോൺവെർസേഷന്റെ ടൈമിൽ നമുക്ക് തലക്കകത്തുനിന്ന് ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു സിമ്പിൾ ആണ്? നിങ്ങൾ നമ്മുടെ പ്രോഗ്രാം ചെയ്യുന്ന ആളാണോ? EFT ഞാൻ ചെയ്തിട്ടുണ്ട് സാറിന്റെ ഇതിലെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി വേറെ ആളായിട്ട് കോൺവെർസേഷൻ നടത്തുമ്പോൾ നമുക്ക് തലയ്ക്ക് ഒരു എനർജി ഫീൽ ചെയ്യുക. അതാണ് പറഞ്ഞത്. എനർജി ഫീൽ ചെയ്യുന്നത് തലയ്ക്ക് മുകളിൽ ഒരു ഹെൽമെറ്റ് ഇട്ടതുപോലെ, ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള കാണാൻ കഴിയാത്ത ഒരു ഹെൽമെറ്റ് ഇട്ടതുപോലെ അതിന്റെ ഒരു വൈബ്രേഷൻ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഒരു തരിപ്പ് പോലെ. ഓക്കെ, എനർജി തന്നെയാണ്. പക്ഷെ ഐ ഡോണ്ട് നോ വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്. അതെന്താണ് എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾ ഏത് തരത്തിലുള്ള കോൺവെർസേഷൻസ് നടത്താറുള്ളത്? അത് ഞാൻ മുന്നേ ഒന്നും എന്താ പറയുക, പേടിച്ചിട്ടൊന്നും അനങ്ങാതിരുന്ന ഒരാളെടുത്ത് എനിക്ക് സംസാരിക്കാൻ കഴിയുന്ന ഒരു ടൈമിലൊക്കെ, അതായത് ഞാൻ ആദ്യം അയാൾ ഇങ്ങോട്ടൊന്നും പറയുമ്പോൾ എനിക്കൊന്നും പറയാൻ കഴിയില്ല. എപ്പോഴും സ്ട്രഗിൾ ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അപ്പോ ഇപ്പൊ അങ്ങനെ എനിക്ക് പറയാൻ പറ്റുന്നത് എന്റേതായ രീതി എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങോട്ടേക്ക് എന്റെ ഭാഗത്ത് തെറ്റില്ലാത്ത കാര്യങ്ങളൊക്കെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു തരത്തിൽ കോൺവെർസേഷൻ വരുമ്പോഴാണ് പിന്നെ നല്ല കാര്യങ്ങളൊക്കെ ചിന്തിക്കും. പോസിറ്റീവായിട്ടുള്ള നല്ല കാര്യങ്ങൾ, വരാനിരിക്കുന്ന നല്ല കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴും ഒരു സന്തോഷം വരുമ്പോൾ അത് നല്ലതാണ്. അത് നല്ല ഗുഡ് ഫീലിംഗ് ആണ്. ഈ നമ്മുടെ എനർജി വർക്ക്ഔട്ട് ആവുന്ന തന്നെയാണ്. അത് കൂടുതൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യാം കേട്ടോ. സോ ഇറ്റ് വിൽ ഹാവ് എ ഹീലിംഗ് എനർജി. ഓക്കെ, താങ്ക് യു. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, ജസീല മാം എന്തെങ്കിലും ചെയ്യാനുണ്ടോ? സർ, ഇന്നലെ ഫോർഗീവ്നെസിന്റെ മെഡിറ്റേഷൻ ടാപ്പിംഗ് ചെയ്തല്ലോ. അപ്പൊ റിലേഷനിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ മെസ്സേജ് അയക്കുന്നല്ലാതെ റിപ്ലൈ വരുന്നില്ല. എന്താണ് ഈ റിപ്ലൈ തരാത്തതല്ലേ, ഇണ്ടാതിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു ക്യാരക്ടറാണ്, ഒന്നും മിണ്ടൂല, എന്ത് വന്നാലും. അപ്പൊ നമ്മളങ്ങനെ മനസ്സിലാക്കി എടുക്കണം. അപ്പൊ പിന്നെ ഞാനിപ്പോ അങ്ങനെ അതന്നെ ആലോചിച്ച് അതിന്റെ പിന്നാലെ പോകുന്നില്ല. മിണ്ടുന്ന സമയത്ത് മിണ്ടൂലോ എന്നുള്ള രീതിക്ക് ഇരുന്നതാ. അപ്പൊ ഇന്നലെ ഞാൻ ഫോർഗീവ്നെസിന്റെ ടാപ്പ് ചെയ്തു, പിന്നെ വീണ്ടും ചെയ്തു. അത് 0 ആയി എനിക്ക് മനസ്സിലായത്. ഇന്ന് രാവിലെ നോക്കുമ്പോ കുറച്ച് പൈസ ഇട്ടിട്ടുണ്ട് എന്നുള്ളൊരു, പൈസ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജും മോനും തമ്മിൽ സംസാരിച്ച കുറച്ച് കാര്യങ്ങളും വെച്ചിട്ടൊരു വോയിസ് മെസ്സേജ് രാവിലെ വന്നു കിടക്കുന്നു. അടിപൊളി. ഐ എം റിയലി ഹാപ്പി ഫോർ യു ദ പ്രോഗ്രസ്. കാരണം നമുക്ക് ഇവിടെ നിങ്ങൾ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് തോന്നും ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ. അത് നമുക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇതൊക്കെ നടക്കുന്നുണ്ടാവും. പലരുടെയും ലൈഫിൽ ചിലപ്പോൾ അതുപോലെ ഉണ്ടാവില്ല. സോ ഐ എം റിയലി ഹാപ്പി ഫോർ യു ജസീല മാം. ഇറ്റ്സ് എ വെരി എന്താ പറയാ, ആ സമയത്ത് ഫോർഗീവ്നെസിന്റെ ചെയ്യുന്ന സമയത്ത് എനിക്ക് തലേന്റെ 2 സൈഡിലും വല്ലാത്തൊരു വേദന, അസ്വസ്ഥത, അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ പോയോ? ക്ലിയർ ആയോ? അതാ രണ്ടാമത് ചെയ്ത സമയത്ത് തന്നെ പോയി.
ഓക്കെ, വെരി ഗുഡ്. അത് നിങ്ങളെ ശരിക്കും അത് അത്രയും നല്ലോണം ബാധിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം, അതുകൊണ്ടാണ്. അതെ, അത് ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ പകല് പോലും അതിനെപ്പറ്റി ഓർമ്മിച്ചപ്പോ എന്നോട് കരഞ്ഞു വീഴും. യാ, അപ്പൊ അത് നമ്മൾ ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്തതോട് കൂടി അദ്ദേഹത്തിന്റെ എനർജി ഷിഫ്റ്റ് ആവാൻ തുടങ്ങി. ക്ലിയർ ആണോ? ആ ഇതാണ് ആക്ച്വലി എന്താ സംഭവിക്കുന്നത്. നിങ്ങൾ ആർക്കാണോ ഫൊർഗീവ് ചെയ്യുന്നത്, ആ ഫൊർഗീവ് ചെയ്യുന്ന ആളെ മനസ്സിൽ നിങ്ങൾ വിചാരിക്കുമ്പോഴും അയാളുടെ എനർജി ഷിഫ്റ്റ് ആവും. അയാൾ നിങ്ങൾക്ക് അനുകൂലമായി മാറും. നിങ്ങളുമായിട്ട്, അതായത് ശരിക്കും ഡയറക്റ്റ് നമ്മൾ ഒരാളോട് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇരുന്നിട്ട് അയാളോട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സംസാരിച്ച് ആ ആളോട് പറയാനുള്ളതെല്ലാം പറഞ്ഞ് തീർത്ത് ക്ലിയർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ആളായിട്ട് നല്ലൊരു ബന്ധത്തിലേക്ക് എത്താൻ പറ്റും. നല്ല ബന്ധത്തിലായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, എടുക്ക് എന്താ സംഭവിച്ചെന്നുള്ളത് എനിക്ക് ഇപ്പോഴും അറിയില്ല. അപ്പൊ നാളെ എനിക്കൊരു ക്യാമ്പ് ഉണ്ട് 3 ദിവസത്തെ. അപ്പൊ പെർമിഷൻ എടുക്കാൻ ഒരു വഴിയും കാണുന്നില്ല. ഈ മിണ്ടാതിരിക്കുന്ന ആളോട് എങ്ങനെ പെർമിഷൻ ചോദിക്കാം? ഇന്നലെ ഞാൻ പകല് കുറെ മെസ്സേജ് അയച്ചു. തെറ്റിദ്ധാരണയാണെങ്കിൽ അത് എന്താന്ന് ചോദിച്ചാൽ ശരിയായ ധാരണയായിരുന്നോ തെറ്റായ ധാരണയായിരുന്നോ എന്നുള്ളത് മനസ്സിലാവാൻ എന്തെങ്കിലും ഒന്ന് പറയുന്ന മെസ്സേജ് ഇട്ടിരുന്നു. പക്ഷെ അതിനൊന്നും റിപ്ലൈ വന്നില്ല. അപ്പൊ നാളത്തെ ക്യാമ്പിനുള്ളത് ഇനി ഇങ്ങനെ സെറ്റ് ആക്കുന്നുണ്ട്. ഇതിലാണ് കുറച്ച് മുണ്ടില്ല. നിങ്ങൾ ഇരുന്നിട്ട് ജസ്റ്റ് വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് ആളോട് വിഷ്വലൈസ് ചെയ്തിട്ട് സംസാരിക്കുക. അത് ഇവിടെ ഇരുന്നിട്ട് വിഷ്വലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കണ്ണടച്ചിരുന്നിട്ട് എന്ത് ചെയ്യുക, അവരോട് ആളായിട്ട് എന്ത് ചെയ്യുക, ഇതിന് മുൻപ് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഫിയർ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ ഫൊർഗീവ് ചെയ്ത് കൊടുത്ത്, ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഫൊർഗീവ് ചെയ്ത് കൊടുത്തിട്ട് ആളോട് ശരിക്കും വിഷ്വലൈസ് ചെയ്യുക. ആൾ നിങ്ങളോട് ആ കാര്യം അവതരിപ്പിക്കുന്നതും നിങ്ങളോട് നല്ല രീതിയിലേക്ക് എസ് പറയുന്നതും ഒക്കെ മനസ്സിൽ ശരിക്കും കണ്ടിട്ട് ഫീൽ ചെയ്യുക. അത് 100% പ്യൂരിറ്റിയിൽ ഫീൽ ചെയ്യണം. മനസ്സിലാവുണ്ടോ? ആ ലെവലിൽ ബ്ലൈൻഡ് ബിലീഫ് എടുത്ത് ഒരു സംശയം പോലും ഉണ്ടാകാൻ പാടില്ല. ആ ലെവലിൽ അത് ബിലീവ് ചെയ്തിട്ട് വിശ്വസിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പിന്നീട് ഈ ഒരു കാര്യം അവതരിപ്പിക്കുക. അത്രയും നന്നായിട്ട് കുറച്ച് കൂടുതൽ സമയം എടുത്തിട്ട് തന്നെ ചെയ്തോളൂ. എന്നിട്ട് ഈ സംഗതി അവതരിപ്പിച്ചോളൂ. ഓക്കെ, സോ എനിക്ക് വല്ലാത്ത അസ്വസ്ഥതയാണ്. കാരണം 7 പ്രാവശ്യം 8 പ്രാവശ്യം ഒരു ദിവസം ഇങ്ങനെ വിളിക്കുന്ന ഒരാള്, എന്താ കാരണം എന്ന് അറിയില്ല. ഒന്നും പറഞ്ഞില്ലെങ്കിലും വെറുതെ വിളിക്കും. അപ്പൊ പിന്നെ മിനിയാന്നൊക്കെ ഞാൻ വിചാരിച്ചു ഞാനിങ്ങനെ അങ്ങനെ ഡിപ്പെൻഡ് ആയിട്ടായിരിക്കും എനിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നുന്നത്. അത് അവരെ ക്യാരക്ടറിനനുസരിച്ച് എന്നാ ചെയ്യട്ടെ എന്നൊക്കെ രീതിക്കൊക്കെ ഞാൻ സ്വയം അങ്ങനെ സമാധാനിച്ചു. എന്നാലും ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. ഓക്കെ, എനിവേ ഇനി ആ സ്റ്റോറി നമുക്ക് പറയണ്ട. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സൊല്യൂഷനിലേക്ക് കിടക്കാം കേട്ടോ. ഓക്കെ, ഇനി സ്റ്റോറി വിഷമം പറയണ്ട. ഇന്നലത്തെ സന്തോഷത്തിൽ നിന്ന് കൂടുതൽ സന്തോഷത്തിലേക്ക് പോട്ടെ. അതിന് വേണ്ടിയിട്ട് എന്ത് ഫോക്കസ് ചെയ്യും. എനിക്കൊരു കാര്യം ഓൾറൈറ്റ്, പറഞ്ഞോളൂ. ആരാണ്? വിഷ്ണു പറഞ്ഞോളൂ, എന്താണ്? എനിക്ക് ഈ ഗ്രൂപ്പിൽ ഞാൻ ജോയിൻ ചെയ്തപ്പോ ഫസ്റ്റ് രീതിന്ന് എന്നെ അജാസ് എല്ലാവരും ഹെൽപ്പ് ചെയ്തായിരുന്നു. അപ്പൊ എനിക്ക് ജോയിൻ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. പൈസ ഒന്നും അന്നേരം സെറ്റായില്ലായിരുന്നു. അപ്പൊ ഈ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഒരു ചേച്ചിയായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്ത്, അപ്പൊ ഈ ചേച്ചി തെറാപ്പി ആളാണ്. അപ്പൊ ഈ ചേച്ചി എനിക്ക് EFT നെ പറ്റി പറഞ്ഞു തന്ന്, ഈ ചേച്ചി ഇത്രയും വർഷം ചെയ്ത സംഭവം. അപ്പൊ അതുകൊണ്ട് ഒരു 3-4 ദിവസം ഞാൻ ചെയ്തായിരുന്നു. ചെയ്തിട്ട് ഇതിന്റെ ഇടയിൽ പ്രശ്നങ്ങളും എങ്ങനെ കേൾക്കുന്നില്ല വിഷ്ണു? വിഷ്ണു, റേഞ്ച് കുറവുണ്ടോ? വിഷ്ണു, ഇന്റർവ്യൂവിന് ജോലിയുടെ ഇന്റർവ്യൂവിന് ഹലോ. അപ്പൊ ഇന്റർവ്യൂവിന് ഹലോ കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. ഓക്കെ, വിഷ്ണു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. വിഷ്ണു ഒരു കാര്യം ചെയ്യുക, ടൈം എടുത്തിട്ട് പിന്നീട് ഒരു അവസരത്തിൽ എന്ത് ചെയ്ത് ഷെയർ ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് എന്തെങ്കിലും കിടക്കാം, ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. സോ ലെറ്റ്സ് ബിഗിൻ ദ സെഷനിലേക്ക് കിടക്കാം. താങ്ക് യു എവ്രി വൺ. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, വിഷ്ണു സംസാരിക്കുന്നത് ക്ലിയർ ആവുന്നില്ല, അതുകൊണ്ടാണ് മിസ്സായി പോകുന്നു. എനിക്ക് മാത്രമല്ലല്ലോ മിസ്സിംഗ് ഉള്ളത്. കട്ടായി പോകുന്നില്ലേ? ശരിയാണോ? ഓക്കെ, അപ്പോൾ വിഷ്ണു എന്താ വെച്ചാൽ റേഞ്ച് കവറേജ് ഒന്ന് ഓക്കെ ആയിട്ട് വരും. ആ സമയത്ത് നമുക്ക് സംസാരിക്കാം. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചു വെച്ചിരുന്നത്, നമ്മുടെ ലൈഫിൽ നമ്മൾ ശരിക്കും അച്ചീവ്മെന്റ്സിന് വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ നമ്മളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്, തടസ്സങ്ങളുണ്ട്. അതിനെങ്ങനെ മറികടക്കാം എന്നുള്ളതാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ട് അത് നമ്മൾ ക്ലിയർ ആക്കി നമുക്ക് കൊണ്ടുവരണം. കാരണം ഈ ഒരു സെഷന്റെ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള ഇതിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന കൺഫ്യൂഷൻസ് ഈ ഒരു സെഷനിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ റെഡി ആണല്ലോ? ഇഫ് യു റെഡി, ലെറ്റ്സ് ബിഗിൻ. റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആരംഭിക്കാം.
ക്ലാസ്. ഓക്കെ, 1 മിനിറ്റ്, ഞാനതൊന്ന് ചെക്ക് ചെയ്യട്ടെ. റീസെറ്റ് മോർണിംഗ് സെഷൻ. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാം. എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്? 2 പോയിന്റുകൾ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ടും. ഒന്ന്, കോമൺ ചാലഞ്ചസിന് ഒരു നോട്ട്ബുക്ക് എടുക്കട്ടെ, നോട്ട് പാഡ് എടുക്കുക, നിങ്ങൾ എന്ത് എഴുതാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യും. ഓക്കെ, സ്ക്രീൻ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ, കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഗിവ് മി തംസ് അപ്പ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞത്, നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വലിയ പ്രോബ്ലം ലാക്ക് ഓഫ് ക്ലാരിറ്റി ആൻഡ് ഫോക്കസ്. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പോൾ അതിലെന്താണ് ഡിഫിക്കൽട്ടി ഇൻ ഡിഫൈനിങ് ക്ലിയർ ആൻഡ് ആക്ഷണബിൾ ഗോൾസ്. ആക്ഷണബിൾ ആയിട്ടുള്ള ഗോൾസ് നമ്മൾ അച്ചീവ് ചെയ്യുന്നതിൽ നമുക്കൊരു ഡിഫിക്കൽട്ടി ഉണ്ടാവും. ലീഡ്സ് ടു കൺഫ്യൂഷൻ ആൻഡ് ലാക്ക് ഓഫ് ഡയറക്ഷൻ. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? ഡയറക്ഷൻ നമുക്കില്ലാതായി പോകുന്നു, കൺഫ്യൂഷനിലേക്ക് പോകുന്നു. നമ്മൾ പലപ്പോഴും എന്തുണ്ടാവില്ല, പലതും അച്ചീവ് ചെയ്യാതെ പോകുന്നു. പല ആൾക്കാർക്ക് ഒരു വ്യക്തമായ ക്ലാരിറ്റി ഇല്ലെങ്കിൽ, അതുകൊണ്ട് തന്നെ ഒരു വ്യക്തമായ ഗോൾ ഇല്ലാതെ ലൈഫിൽ പ്രത്യേകിച്ചൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. എഴുതപ്പെട്ട ഗോളുകൾ വേണം. ശരിക്കും മനസ്സിലാക്കുക, എഴുതുക. ഗോളുകൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്തെങ്കിലും എഴുതി വെക്കണം. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് എഴുതി വെക്കണം. സൊല്യൂഷൻ എന്താണ് പറഞ്ഞത് അല്ലേ? ഡിഫൈൻഡ് ആയിട്ടുള്ള സ്മാർട്ട് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് സ്പെസിഫിക്, മെഷറബിൾ, അച്ചീവബിൾ, റെലവൻറ്റ്, ടൈം ബൗണ്ട്, ഇത് ബേസ് ചെയ്തുകൊണ്ട് ഗോളുകൾ എഴുതി വെക്കണം. പിന്നെ ബ്രേക്ക് ഗോൾസ് ഇൻടു സ്മോളർ ആക്ഷണബിൾ സ്റ്റെപ്സ്. അത് ആക്ഷണബിൾ സ്റ്റെപ്സ് ആക്കിയിട്ട് എന്ത് ചെയ്യണം? മാറ്റുകയും വേണം. അങ്ങനെ വീണ്ടും ആ ഗോളിനെ സബ് ഗോളുകളാക്കി ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. അങ്ങനെ എഴുതാൻ പലരും ചെയ്യാറില്ല. കാരണം പലർക്കും മടിയാണ് എഫേർട്ട് എടുക്കാൻ. സാധാരണക്കാരുടെ ഒരു അവസ്ഥ അതാണ്. സാധാരണക്കാർ പലപ്പോഴും എഫേർട്ട് ഇടില്ല. എഫേർട്ട് ഇടാത്തത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? അവരുടെ ലൈഫിൽ അവർ എന്ത് ചെയ്യുന്നില്ല, കറക്റ്റായിട്ട് അച്ചീവ് ചെയ്യാതെ പോകുന്നു. ദെൻ റെഗുലർലി റിവ്യൂ ആൻഡ് അഡ്ജസ്റ്റ് യുവർ ഗോൾ ആസ് നീഡഡ് ടു സ്റ്റേ ഫോക്കസ്ഡ്. പലപ്പോഴും എന്ന് വെച്ചാൽ ആഴ്ചയിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഗോൾസ്, എഴുതി വെച്ച ഗോൾസുകൾ നമ്മൾ അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? റിവ്യൂ ചെയ്യണം. അപ്പോൾ അത് റിവ്യൂ ചെയ്യുന്നുണ്ടത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ണറെ നമുക്ക് കണ്ടെത്താം. അതാണ് അടുത്ത പോയിന്റ് പറഞ്ഞ്, പ്രൊക്രാസ്റ്റിനേഷൻ. എന്താണ് പ്രൊക്രാസ്റ്റിനേഷൻ? പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീട്ടിവെക്കുന്ന സ്വഭാവം എന്നുള്ളതാണ്. നീട്ടിവെക്കുന്ന സ്വഭാവം ഇത് ബേസ് ചെയ്തിട്ടൊരു പ്രോഗ്രാം തന്നെ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലൈക്ക് ഒരുപാട് പേര് അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പുട്ടിംഗ് ഓഫ് ടാസ്ക് ഡ്യൂ ടു ഫിയർ ഓഫ് ഫെയിലിയർ ഓർ ലാക്ക് ഓഫ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ്റെ കുറവോ അല്ലെങ്കിൽ പരാജയപ്പെടുമോ എന്നുള്ള ഭയം മൂലം നമ്മൾ എന്ത് ചെയ്യുന്നു? നീട്ടിവെക്കുന്നു. ഇപ്പം നീട്ടിവെക്കുന്ന പ്രശ്നം പലർക്കും ഗോളുകൾ അച്ചീവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. എത്ര പേർക്കുണ്ടത്? ഗോളുകളൊക്കെ എഴുതി വെക്കും, ഗോളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ ചെയ്യാറില്ല, നീട്ടിവെച്ച് പോകുന്നു. എത്ര പേർക്കുണ്ട് ഈ വിഷയം? ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്ത്, ഒന്ന് കമൻറ്റ് ചെയ്തു. എനിക്കറിയാം ഉള്ള ആൾക്കാർ ചിരിക്കുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, ഈ പ്രശ്നമുള്ള ആൾക്കാർ. ഓക്കെ, ഉള്ളിൽ ചിരി വരുന്നുണ്ട്. ഇതെനിക്കുണ്ട്, തന്നെ കുറിച്ച് തന്നെയാണ്, തന്നെ മാത്രമാണ് അല്ലേ? ഒരുപാട് പേർക്ക് ഈ ഇഷ്യൂ ഉണ്ട്. ഉള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത്, ജസ്റ്റ് കമൻറ്റ് ഓൺ, മീ ഒന്ന് കമൻറ്റ് ചെയ്യും, ജസ്റ്റ് കമൻറ്റ് ഓൺ. അപ്പോൾ വറീഡ് ആവേണ്ട, നമ്മളത് ട്രാക്കിലേക്ക് വരും, നല്ല രീതിയിലേക്ക് ട്രാക്കിലേക്ക് വരും. നിങ്ങൾ എപ്പോഴും നിങ്ങളോട് പറയേണ്ടത് ഇറ്റ്സ് ഓക്കെ, ഐ എം ഓൺ ട്രാക്ക്, ഐ വിൽ ബി ഓൺ ട്രാക്ക്, ഐ എം ഓൺ ട്രാക്ക് എന്ന് നമ്മൾ പറഞ്ഞ് വന്ന് നമ്മളെ സമാധാനിപ്പിച്ച് എന്ത് ചെയ്യും? നമ്മളെ ട്രാക്കിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, ഒരു മെത്തേഡ് അതാണ്, നമ്മളെ സമാധാനിപ്പിക്കുക. ഡോണ്ട് ബ്ലെയിം യുവർ സെൽഫ്. സൊല്യൂഷൻ എന്താണ്? ബ്രേക്ക് ടാസ്ക് ഇൻടു സ്മോളർ ഓർ ലെസ് ഇമിഡിയേറ്റിംഗ് ആക്ഷൻസ്. അതായത് നമുക്ക് ഈ ടാസ്കുകൾ ഒരുപാട് ഉണ്ടാകുമ്പോൾ, ലൈക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാകുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എഴുതണം. വീണ്ടും എഴുതാൻ പറയുകയാണ്. നമ്മൾ എഴുതിയിട്ട് ഒരു ഗോളുകൾ, വലിയ ഗോളുകൾ, ഒരു മാസത്തേക്കുള്ള ഗോളുകൾ എന്ത് ചെയ്യുക? ഇതുപോലൊരു വലിയ ബുക്കിൽ എഴുതും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലൊരു ചെറിയ ബുക്കിലേക്ക്, കുറച്ചുകൂടെ ചെറിയ ബുക്കിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ഡെയിലി അല്ലെങ്കിൽ വീക്കിലി നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ടത് അതിലേക്ക് എഴുതുക. അപ്പോൾ ഓരോ ഡേയും, ഓരോ പേജും ഓരോ ഡേക്ക് മാറ്റി വെച്ചിട്ട് അതിലേക്ക് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്മോളായി ചെറുതായി വരും. ആ ഒരു ഡെയിലി ചെയ്യുന്നത് തന്നെ ഇമ്പോർട്ടൻ്റ് വേറെ, ലൈക്ക് അല്ലെങ്കിൽ അത്ര മേജർ ടാസ്ക് വേറെ, മൈനർ ടാസ്ക് വേറെ. രണ്ട് സെപ്പറേറ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ഒരു പേജിൽ തന്നെ ഒരു സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ മേജർ ടാസ്കും റൈറ്റ് സൈഡിൽ മൈനർ ടാസ്കും നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഒരു വലിയൊരു ഇത്രയും ചെയ്യാനുണ്ടല്ലോ എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ, അതുകൊണ്ട് മോട്ടിവേഷൻ, അതുകൊണ്ട് ചെയ്യാൻ തോന്നില്ല. ആ സ്ട്രെസ്സ് വരുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യും? അപ്പോൾ ആ സ്ട്രെസ്സ് കുറയാൻ എപ്പോഴും നല്ലതെന്ന് വെച്ചാൽ റൈറ്റ് ഡൗൺ യുവർ ടാസ്ക്, എക്സ്പ്ലെയിൻ യുവർ ടാസ്ക്, ലൈക്ക് ബ്രേക്ക് ഇൻ ടു സ്മോളർ വൺസ്. ദെൻ ആ ഒരു എന്താ പറയുക, ഇൻറ്റിമിഡേഷൻ കുറയും.
അപ്പോഴുള്ള പ്രശ്നം എന്താ, ഇപ്പൊ ഈ എഴുതി വെച്ച ഗോളുകൾ എഴുതിയാൽ മാത്രം പോരാ, ഇനിയിപ്പോൾ ഇത് ഈ രൂപത്തിൽ പ്ലാൻ ചെയ്യണം, ഈ രൂപത്തിൽ എഴുതണം, ഇങ്ങനെ എഴുതണം, അതും ഒരു ടാസ്ക്കാണ്. അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. നിങ്ങൾക്ക് ജീവിതത്തിൽ എവിടെയെങ്കിലും എത്തണം എന്നുണ്ടെങ്കിൽ ആ പണിയൊക്കെ എടുക്കാൻ തയ്യാറാണ്. ഈ പറഞ്ഞിരിക്കുന്ന ബുക്കിലേക്ക് എഴുതുന്നത് തന്നെ വലിയൊരു നിങ്ങളുടെ ജോലി വലിയ നിങ്ങൾക്ക് ക്ലാരിറ്റി കൂടും, നിങ്ങളുടെ ഫോക്കസ് വർദ്ധിക്കും, നിങ്ങളുടെ ചിന്തയിലുള്ള സ്ട്രെസ് എല്ലാം പോകും, എല്ലാം ഓർഗനൈസ്ഡ് ആകും. ഈ ഒരു ജോലി ചെയ്യാൻ തന്നെ നിങ്ങൾക്ക് മടിയാണെന്നുണ്ടെങ്കിൽ ഇതിലേറെ കഷ്ടപ്പാടാണ് ഇത് പ്ലാൻ ചെയ്തിട്ട് ഇതിൻ്റെ ആക്ഷൻ എടുത്ത് പണിതെടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കാന്ന് പറയും. ജീവിതത്തിൽ വിജയിക്കുക എന്ന് പറയുന്നത് ഇതിലേറെ കഷ്ടപ്പാടാണ്. അപ്പം ഇത് ചെയ്യാൻ പോലും നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് നിൽക്കേണ്ട, നിങ്ങൾ ആഗ്രഹിക്കേണ്ട. ചുമ്മാ രാവിലെ എണീറ്റോ, ഒരു പണിക്കും പോകണ്ട, ഒന്നും ചെയ്യേണ്ട, ഭക്ഷണം കഴിച്ചോ, തോന്നിയ പോലെ ജീവിച്ചോ, എന്താ ചായക്കോ, അത് കഴിഞ്ഞതിന് ശേഷം ലൈഫും എന്തൊക്കെയോ ആകും. ദാറ്റ്സ് ഓൾ. നമുക്കൊരു പിടുത്തം ഉണ്ടാവില്ല, നമുക്കൊരു ട്രാക്ക് ഉണ്ടാവില്ല, നമ്മൾക്കൊരു റെസ്പെക്റ്റ് ഉണ്ടാവില്ല, ആരും നമ്മളെ റെസ്പെക്റ്റ് ചെയ്യില്ല. സോ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ടൈം, നമ്മൾ പരമാവധി നമ്മളുടെ എന്താ പറയുക ടൈമിങ് നമ്മൾ മാനേജ് ചെയ്യുക, നമ്മൾ എടുക്കുന്ന കമ്മിറ്റ്മെൻറ്റുകൾ തീർക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇത് നമ്മൾക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ചെറിയൊരു സംഗതി പറഞ്ഞുതരാം. നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ് നിങ്ങളൊന്ന് എഫിഷ്യൻ്റ് ആക്കിയാൽ തന്നെ ഈ ഒരു കാര്യം ഒരുപാട് ക്ലിയർ ആയിട്ട് വരും. നീട്ടി വയ്ക്കുന്ന സ്വഭാവമൊക്കെ മാറും. നിങ്ങൾ കൊടുക്കുന്ന വാക്ക് പാലിക്കാൻ ശ്രമിക്കുക. ഒരാളെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കറക്റ്റ് ടൈമിൽ ആളെ മീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ടാസ്കുകൾ ഏറ്റ് കഴിഞ്ഞാൽ അത് തീർക്കുക. സിംപ്ലി കൂടുതലൊന്നും ചിന്തിക്കാൻ നിൽക്കരുത്, അത് തീർക്കുന്ന ഒരാളായി മാറുക. കൂടുതൽ ചിന്തിക്കുമ്പോഴാണ് തളരുന്നത്. ശരിയാണ്, അത്രയും ചെയ്യാനുണ്ടല്ലോ, ഇത്രയും ചെയ്യാനുണ്ടല്ലോ, അങ്ങനെ ചെയ്യാനുണ്ടല്ലോ, അങ്ങനെ ചെയ്യാൻ ഒന്നും വേണ്ട. എന്താ ചെയ്യാനുള്ളത് നോക്കുക, അത് ചെയ്യാനുണ്ട്, പോയിട്ട് ചെയ്യാം. എന്ത് സിമ്പിളാണ് സാറിന് പറയാൻ അല്ലേ? ശരിയാണ്, സിമ്പിളാണ് പറയാൻ, പക്ഷെ നോട്ട് ഈസി ഓർ സിമ്പിൾ ടു ഡു. That's why some people are achievers and some people are not achievers. Losers ഞാൻ വിളിക്കുന്നില്ല, I don't want to call them. അപ്പോൾ നോൺ അച്ചീവേഴ്സ് ആയിട്ട് നിങ്ങൾ പോകുന്നതിൻ്റെ കാര്യം എന്താ വെച്ചാൽ വളരെ കുറഞ്ഞ ശതമാനം ആൾക്കാർ അതിലേക്ക് എത്തുന്നു. അപ്പോൾ അത് നമ്മൾ ട്രൈ ചെയ്യുക, നമ്മൾ തന്നെ എന്ത് ചെയ്യണം, എഫോർട്ട് ഇടണം. നോബഡി ഈസ് ഗോയിങ് ടു ഡു ഇറ്റ് ഫോർ അസ്. വേറെ വഴിയില്ല ബോസേ, അത്രയേ ഉള്ളൂ. പണിയെടുക്കല്ലാതെ വേറെ വഴിയില്ല, എഫേർട്ട് ഇടല്ലാതെ വേറെ വഴിയില്ല. വേറെ ആരും വന്നിട്ട് ഇത് ചെയ്ത് തരില്ല. ഇറ്റ്സ് യുവർ ലൈഫ്, യു ഹാവ് ടു ഫിക്സ് ഇറ്റ്. യു ഹാവ് ടു ബ്ലഡി ഫിക്സ് ഇറ്റ്. Nobody is going to come and do it for you. Nobody, no one. Not even single person will come and do it for you, because it's not their job, it's not their dream, it's not their goal, it's not their life. It is your life. Who cares if you do it or don't do it? നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പോയി, വേറെ ആർക്കും പോകില്ല. So get up and do it. ചെറിയ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ട പണി എന്താണ്? ചെറിയ സംഗതികളാക്കിയിട്ട് അതിനെന്ത് ചെയ്യുക, ബ്രേക്ക് ചെയ്യുക. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സംഭവിക്കും, ദാറ്റ് വിൽ ബി. സോ യൂസ് 5 minute റൂൾ. അടുത്ത എന്താണ്? 5 minute റൂൾ, 5 minute റൂൾ കൊണ്ടുവരിക ടു ഗെറ്റ് സ്റ്റാർട്ടഡ്. കമ്മിറ്റ് ജസ്റ്റ് 5 minutes ഓഫ് വർക്ക് ടു ഓവർകം ഇനർഷ്യ. അതായത് നമുക്ക് ഒരുപാടുണ്ട് എന്നുള്ള ഫീലിംഗ് വരുന്നുണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു 5 minute ഞാൻ വർക്ക് ചെയ്തോളാം എന്ന് തീരുമാനം എടുക്കുക. അപ്പോൾ 5 minute വർക്ക് ചെയ്യുമ്പോൾ അടുത്ത 5 minute ഉള്ള മോട്ടിവേഷനാവും, ഒരു മൊമെൻറ്റും കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, ഒരു അര പാരഗ്രാഫ് വായിക്കുക, 4-5 വരി മാത്രം വായിക്കുക, 5 ലൈൻസ് മാത്രം വായിക്കുക. അത് വായിച്ചൂടെ? ഒരു ബുക്കിൽ വായിച്ചൂടെ? ഓ, അതൊക്കെ വായിക്കാം, നോ ഇഷ്യൂ. ഞാൻ റെഡി. ഞാൻ അത്രയ്ക്കും മടിയനാണ്, അതൊക്കെ ഞാൻ ഏറ്റ്. മനസ്സിലാവണം, അത്രയ്ക്കും മടി വായിച്ചിട്ട് അത്രയ്ക്കും. അപ്പോൾ അത് നമുക്ക് ഈസി ആയിരിക്കും. ആ 5 വരി വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാധനമുണ്ട്, സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ആ ചെറിയ എമൗണ്ട് നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ അതൊരു ഗോളാണ് അല്ലേ? 5 minutesലേക്ക് നമ്മൾ വെച്ചാൽ അല്ലെങ്കിൽ 5 വരി അല്ലെങ്കിൽ അത്രയും ചെറുതാക്കുമ്പോൾ അതൊരു ഗോൾ. അത് നമ്മൾ തീർക്കുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും, ഒരു ഡോപ്പമിൻ റിലീസ് കിട്ടും. അതിൽ നിന്ന് അടുത്ത ഒരു കോൺഫിഡൻസ് വരും, അടുത്തൊരു 5 minute കൂടെ, അതിൽ നിന്ന് അടുത്തൊരു 5 ലൈനും കൂടെ, അതിൽ നിന്ന് അടുത്ത അത് പിന്നെ ഉള്ളത് എന്താകും, ഒറ്റ ഇരിപ്പിൽ തന്നെ അടുത്തടുത്ത് ചെയ്ത് ചിലപ്പോൾ അത് 50 ലൈനും 50 പേജും ഒക്കെ വായിച്ച് തീരുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തും. ആൻഡ് ദാറ്റ്സ് ഹൗ യു വിൻ ദ ലോങ് റേസ് ഓഫ് ചാലഞ്ചസ്. നിങ്ങളുടെ ചാലഞ്ചസിൻ്റെ ഒരു ലോങ് റേസ് നിങ്ങൾ വിൻ ചെയ്യുന്ന അങ്ങനെയാണ്. സോ യു ഗോട്ട് ഇറ്റ്. ഇത് ചെയ്യാത്തതുകൊണ്ടായിരിക്കും നിങ്ങൾ ട്രാക്കിൽ കയറാത്തത്, ഇത് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം. സോ അണ്ടർസ്റ്റാൻഡ് ദിസ്. സോ ഗോ ആൻഡ് ഡു ദിസ് ആൻഡ് ഫിക്സ് ഇറ്റ്. സോ നെക്സ്റ്റ് എന്താണ്? ഹോൾഡ് യുവർ സെൽഫ് അക്കൗണ്ടബിൾ വിത്ത് ഡെഡ് ലൈൻസ് ഓർ എൻ അക്കൗണ്ടബിലിറ്റി ബാർ. ഇതിന് പകരം എന്താ വേണ്ടത്? ഒരു ഡെഡ് ലൈൻ നിങ്ങൾ സെറ്റ് ചെയ്യുക, എല്ലാം ഇത്ര സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കും. എനിക്ക്
5 ദിവസം കൊണ്ട് ഞാൻ ഈ ബുക്ക് വായിച്ചു തീർക്കും, അല്ലെങ്കിൽ ഇത്ര ദിവസം കൊണ്ട് ഞാൻ ബുക്ക് വായിച്ചു തീർക്കും. അതൊരു ഭയങ്കര സ്ട്രോങ് ആയിട്ട് എഴുതുക. എന്നിട്ട് ഇരുന്ന് വേറെ ഒരു പണിക്കും പോകാതെ കംപ്ലീറ്റ് ഓഫ് ആക്കിയിട്ട് ഇൻസ്റ്റാഗ്രാം എല്ലാം ഡിലീറ്റ് ചെയ്ത് കംപ്ലീറ്റ് കളഞ്ഞതിന് ശേഷം ജസ്റ്റ് ബി there, focus, do it. So hold yourself accountable with deadlines as an accountability partner. ഞാൻ അപ്പം എല്ലാവരും എന്ത് ചെയ്യണം, ഈ രൂപത്തിൽ എന്ത് ചെയ്യുക, ഒന്ന് ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ണറെ കൂടെ കണ്ടെത്തുക. ഒരു മെൻറ്ററോ അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻറ്റോ ഒരു കോച്ചോ ഇനി അതുമല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തോ ആരെങ്കിലും ഒരാളെ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുക, അവരുമായിട്ട് ഇരുന്നിട്ട് എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യുക. ഏറ്റവും നല്ലത് ചിലപ്പോൾ പഠിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ കമ്പൈൻ സ്റ്റഡി പാർട്ണറെ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? ഫിയർ ഓഫ് ഫെയിലിയർ. അടുത്തെന്താണ്? പരാജയപ്പെടുക എന്നുള്ള ഭയം. ഫിയർ ഓഫ് നോട്ട് സക്സീഡിങ് ക്യാൻ ബി എ സെൽഫ് ഡൗട്ട് ഓർ അവോയ്ഡൻസ്. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ വിജയിക്കുക എന്നുള്ള ഭയം കാരണം നമ്മൾ എന്ത് ചെയ്യും, അവോയ്ഡ് ചെയ്യും. നമ്മൾ ജോലികൾ എന്നെ കൊണ്ട് പറ്റില്ല, ഡീപ്പർ ലെവലിൽ ചിലപ്പോൾ ഉണ്ടാവുക ചിന്താഗതി. കാരണം നമ്മൾ ഒരുപാട് പരാജയങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് എന്തുണ്ടാകും, ഇതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു സ്ട്രോങ് ബിലീഫ്, കോർ ബിലീഫ് അവിടെ കിടക്കുന്നുണ്ട്. ആ കോർ ബിലീഫിനെ ഐഡന്റിഫൈ ചെയ്യണം. കാരണം പലതവണ പരാജയപ്പെട്ടിട്ടുണ്ടാകാം, അതുകൊണ്ടുണ്ടായ സംഗതിയായിരിക്കും. നമുക്ക് നമ്മളെക്കുറിച്ച് ഒരു സെൽഫ് ഇമേജ്, നമുക്ക് നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടാവും, വളരെ നല്ല മോശം അഭിപ്രായം. മനസ്സിലായോ? പോസിറ്റീവായ അഭിപ്രായമല്ല, വളരെ നല്ല മോശം അഭിപ്രായം ഉണ്ടാവും. ഞാൻ പോരാ, എന്നെ കൊണ്ട് പറ്റില്ല എന്നല്ല. ആ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് സെൽഫ് ഡൗട്ടിലേക്ക് പോകും, എന്നെ കൊണ്ട് പറ്റുമോ. അപ്പോൾ അത് നേരെ എന്ത് ചെയ്യും, സെൽഫ് ഡൗട്ടിൽ നിന്ന് അടുത്തിലേക്ക് പോകുന്നത് അവോയ്ഡൻസ്. ആ ജോലി ചെയ്യുന്നതിൽ ഗോളിലേക്ക് അച്ചീവ് ചെയ്യുന്നതിലേക്ക് അതിൽ നിന്ന് പിന്തിരിയും, ഭയപ്പെട്ടിട്ട്. ഇതെന്നെ കൊണ്ട് താങ്ങും, എന്നോട് കഴിയും. അപ്പം അങ്ങനെ അതിങ്ങനെ നീട്ടി വെച്ച് പോകും. സോ വാട്ട് ഈസ് ദ റീസൺ? ബി ബ്ലഡി ഹോണസ്റ്റ് വിത്ത് യുവർസെൽഫ്. എന്താ അതിൻ്റെ കാരണം? നിങ്ങൾ എന്തിനായി ഇങ്ങനെ മാറ്റി വെക്കുന്നത്? നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ കഴിയുന്ന ജോലിയാണ്. വൈ ആർ യു ഡൂയിങ് ഇറ്റ്? ആൻഡ് വെൻ യു ആർ ഡിലേയിങ് ഇറ്റ്, what happens? You are missing that big fortune. നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുള്ള നിങ്ങളുടെ ആ വലിയ സ്വപ്ന ജീവിതം, ആ വലിയ ഗോള്, ആ വലിയ ബിസിനസ് നിങ്ങൾ നീട്ടി വെച്ചത് എന്താണ്? വൈ യു ആർ നോട്ട് ഡൂയിങ് ഇറ്റ്? യു ക്യാൻ മേക്ക് ലോട്ട് ഓഫ് മണി. നിങ്ങൾക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്കറിയാം നിങ്ങൾ ഒരുപാട് രക്ഷപ്പെടും. നിങ്ങൾക്കറിയാം നിങ്ങൾ നല്ല രീതിയിൽ ചേഞ്ച് ആകും. നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഒരുപാട് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഒരുപാട് സമ്പത്ത് നേടാൻ പറ്റും. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ജീവിതം വിജയിക്കും. നിങ്ങൾക്ക് ആ കാറ് വാങ്ങാൻ പറ്റും. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. ആൻഡ് why the hell are you not doing it? Why are you postponing it? Why are you not working on it? എന്തുകൊണ്ട് നിങ്ങൾ ജോലി ചെയ്യുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ അതിന്റെ പുറത്ത് വർക്ക് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നില്ല? Why? Because you are thinking that അത് പരാജയപ്പെടുമോ എന്നുള്ള ഭയം, പേടി. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് പരാജയപ്പെടുമോ, തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ കഴിയുമെന്നുള്ള ഭയമാണ് എങ്കിൽ ആ ഭയം എവിടുന്ന് വന്നു അന്വേഷിക്കുക. ഇതിനു മുൻപ് ഒരുപാട് തവണ ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, ഒരുപാട് തവണ കൺസിസ്റ്റൻസി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എനിക്ക് തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഒരുപാട് തവണ ഞാൻ നീട്ടി വെച്ചിട്ടുണ്ട്, ഒരുപാട് സംഗതികൾ. അതെവിടുന്നാണ് വന്നത്? അതെനിക്ക് ഒരുപാട് ഇതിനു മുൻപും പല സ്കൂളിലും ഇവിടെയൊക്കെ പഠിച്ച സമയത്ത് ഉണ്ടായിട്ടുണ്ട് ഈ പ്രശ്നങ്ങൾ. അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഒരു ഘട്ടത്തിലെത്തിയതിനു ശേഷം വലിയ ട്രോമയും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പല പ്രശ്നങ്ങളുണ്ടായി. എൻ്റെ ജീവിതത്തിലേക്ക് എന്താ വെച്ചാൽ വലിയ രീതിയിൽ വിഷമവും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാക്കുന്ന ഒരു ഘട്ടത്തിലൂടെ ഞാൻ കടന്നുപോയി. അതെൻ്റെ ജീവിത പങ്കാളിയായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ എൻ്റെ സുഹൃത്തായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇതിനു മുൻപ് ബിസിനസ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടായിരിക്കാം. വട്ടെവർ ഇറ്റ് ഈസ്, ഇറ്റ് വാസ് റിയലി ട്രോമാറ്റിക്. അത് ഭയങ്കര ട്രോമാറ്റിക് ആയിരുന്നു. അത് ഹീൽ ചെയ്യണം. അത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഹീലിംഗ് കോഴ്സോ കാര്യങ്ങളോ എന്താ വെച്ചാൽ പഠിച്ചിട്ട് എന്ത് ചെയ്യുക, ആ പ്രശ്നം ഫിക്സ് ചെയ്യേണ്ടത് ഫിക്സ് ചെയ്യുക. ഗെറ്റ് ഹെൽപ്പ്. അവിടെയാണ് നമ്മുടെ പ്രോഗ്രാം യൂസ്ഫുൾ ആവുന്നത്. അടുത്ത ബാച്ച് 23-ാം തീയതി വരുന്നുണ്ട്. പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളത്, നിങ്ങളിങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ ദിസ് മൈറ്റ് ബി ദ റീസൺ. സോ ആ ഒരു ഫിയർ അവിടെ നിന്ന് എടുത്ത് കളയണം. ആ സെൽഫ് ഇമേജ് അവിടെ നിന്ന് ക്ലിയർ ചെയ്യണം. ഹൗ ഡു യു ഡു ദാറ്റ്? ആ ട്രോമാറ്റിക് ഇവന്റ്സ് എടുത്തിട്ട് അത് ഫൊർഗീവ് ചെയ്ത്, ലെറ്റ് ഗോ ചെയ്ത്, ടാപ്പ് ചെയ്ത്, ഹീൽ ചെയ്ത്, ക്ലിയർ ചെയ്ത്, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അതിൻ്റെ പെയിനും ബുദ്ധിമുട്ടും ഇമോഷൻസും എല്ലാം എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ സെൽഫ് ഇമേജും, അതിൻ്റെ കൂടെ തന്നെ ലിമിറ്റും ബിലീഫും, അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ലിമിറ്റിംഗ് ബിലീഫുകൾ പോകും. അതേപോലെ തന്നെ നിങ്ങളുടെ സെൽഫ് ഇമേജ്, ലിമിറ്റിംഗ് ആയിട്ടുള്ള സെൽഫ് ഇമേജ് ഉണ്ടാവും, അത് പോകും. അതേപോലെ തന്നെ ഇമോഷണൽ ബ്ലോക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകും. നിങ്ങളുടെ എനർജി ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകും. ഇതെല്ലാം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ബി ഹാവിങ് ഹയർ എനർജി, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള എനർജി ഉണ്ടാവും. വല്ലാത്ത സെൽഫ് കോൺഫിഡൻസ് ഫീൽ ചെയ്യും, വല്ലാത്ത ധൈര്യം ഫീൽ ചെയ്യും, വല്ലാത്ത വിശ്വാസം വരും, ആ ഒരു പോസിറ്റീവ് ബിലീഫ് വരും. നിങ്ങൾ ഷിഫ്റ്റ് ആകും, നിങ്ങളുടെ റീപ്രോഗ്രാമിംഗ് നടക്കും. അങ്ങനെ നിങ്ങൾ വരുമ്പോൾ പിന്നീട് നിങ്ങൾക്ക് ഈ പ്രശ്നം, നിങ്ങളുടെ ഈ വലിയ ഗോൾ ഉണ്ടല്ലോ, നിങ്ങൾ ഇത്രയും കാലം കണ്ടിട്ടുള്ള ആ സ്വപ്നതുല്യമായിട്ടുള്ള, നിങ്ങൾ അത് ചെയ്തു കഴിഞ്ഞാൽ രക്ഷപ്പെടും എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ആ ഗോള് നിങ്ങൾക്ക് ചെയ്യാനുള്ള
കേപ്പബിലിറ്റി, ആ കപ്പാസിറ്റി, ആ സ്ട്രോങ് വില്ല്, ആ വിൽ പവർ നിങ്ങൾക്ക് എന്ത് ചെയ്യും? തിരിച്ചു വരും, നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. അത് പോയിട്ട് നിങ്ങൾ ചെയ്യും, നിങ്ങൾ വിജയിക്കും, നിങ്ങളെ വിജയം തിരിച്ചു. ലൈഫിന്റെ പവർ, നഷ്ടപ്പെട്ട പവർ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. ആ കൺട്രോൾ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. നൗ ഹൂ ഈസ് കൺട്രോളിങ് യു? ആരാ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്? യുവർ ഫിയർ. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ബുൾഷിറ്റ് സ്റ്റോറി ദാറ്റ് യു ആർ ടെല്ലിങ് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളോട് പറയുന്ന പച്ച കള്ള കഥയുണ്ട്, പച്ച നുണയുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കളവുണ്ട്. ആ കളവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പരാജയപ്പെടും, ഞാൻ അതാവും, ഞാൻ ഇതാവും, അങ്ങനെയാവും. ആക്ച്വലി നിങ്ങളത് ഓൾറെഡി വിശ്വസിച്ചത് കൊണ്ടാണ്, നിങ്ങളുടെ ഇതിന് മുൻപുണ്ടായിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിട്ട് നിങ്ങൾ വിശ്വസിച്ചത് കൊണ്ടാണ് നിങ്ങൾക്കത് അങ്ങനെ സംഭവിക്കുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ്സ് ഹാപ്പനിങ്. സോ ടേക്ക് എ ഡിസിഷൻ. ഒരു ഡിസിഷൻ അങ്ങ് എടുക്കുക, തീരുമാനം അങ്ങ് എടുക്കുക. ഇതിൽ ഞാൻ പുറത്ത് കടന്നിട്ടേ ഇനി വേറെ വഴിയുള്ളൂ എന്ന് തീരുമാനം എടുക്കുക. അതിനു വേണ്ടിയിട്ട് എവിടെ പോകണോ, ആരെ കാണണോ, എന്ത് പഠിക്കണോ, ഏത് കോഴ്സ് പഠിക്കണോ, ഏത് ഹീലിംഗ് ചെയ്യണോ, EFT ചെയ്യണോ, സംഗതികൾ ചെയ്യണോ, അതിനു വേണ്ടി പണം മുടക്കണം, അതിനു വേണ്ടി സമയം മാറ്റി വെക്കണം, അതിനു വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യണം, അതിനു വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യണം. എന്താണ് ഞാൻ ചെയ്യേണ്ടത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അതിനുവേണ്ടി ഹീൽ ചെയ്യണമെങ്കിൽ ഹീൽ ചെയ്യാം, ഫൊർഗീവ് ചെയ്യണമെങ്കിൽ ഫൊർഗീവ് ചെയ്യാം, വിട്ടുകൊടുക്കണം. ഏത് യവനെ വേണമെങ്കിലും ഫൊർഗീവ് ചെയ്ത് കൊടുക്കാം. ഐ ഡോണ്ട് നീഡ് ദിസ് ഫിയർ എനിമോർ. ഐ എം റെഡി ടു ഡു എനിത്തിങ് ആൻഡ് എവറിത്തിങ് ടു ഹീൽ മൈസെൽഫ്, ടു ഗെറ്റ് ഔട്ട് ഫ്രം ദിസ് ട്രാപ്പ് ഓഫ് പ്രൊക്രാസ്റ്റിനേഷൻ. ഈ നീട്ടിവെക്കുന്ന സ്വഭാവം, ഈ ഒരു മാറ്റിവെക്കുന്ന സ്വഭാവം, ഈ ഒരു പ്രയാസം, ഈ ഒരു ഫിയറിൽ ഇത് പുറത്ത് കിടക്കാൻ ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ് എന്ന് നിങ്ങൾ തീരുമാനമെടുത്തിട്ട് എന്ത് ചെയ്യണം? അതിന് രാവിലെ പകലില്ല വർക്ക് ചെയ്യാൻ തയ്യാറാണോ? യു വിൽ ബി സക്സസ്ഫുൾ. ആൻഡ് ദാറ്റ്സ് വാട്ട് ഈസ് നീഡഡ് ഫ്രം യു. അതാണ് നിങ്ങളിൽ നിന്ന് വേണ്ടത്. യു ഗോട്ട് ഇറ്റ്? അപ്പോൾ ഓൾറെഡി കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇരുന്ന് പഠിച്ചിട്ടുണ്ട്, ഇരുന്ന് പണിയെടുക്കുക, വേറെ ഒന്നും നോക്കാനില്ല. You take a decision and do it. Nobody is going to do it for you. ആർക്കും നിങ്ങളെ വന്നിട്ട് അത് ഗൈഡ് ചെയ്യാനോ ഹെൽപ്പ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. വേറെ ഒരാൾക്കും ചെയ്യാൻ കഴിയുന്ന ഒരു പണിയല്ല ഈ ഫൊർഗീവ്നെസ്. അത് നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ മൈൻഡ് ടൈം കണ്ടെത്തി നിങ്ങൾ പിടിച്ച് ഇരുത്തണം. ഇരിക്കട അവിടെ എന്ന് പറയണം. ഇരിക്കടി എവിടെ? നമ്മളോട് പറയണം, ഇരിക്കവിടെ, ഇരുന്നിട്ട് പണിയെടുക്കുക. നീ എങ്ങോട്ടാ എണീറ്റ് പോണം? നീ എങ്ങോട്ടാ ഇത് പോണം? പണിയെടുക്കുക. Work on yourself. You fix your problems and solve it. Be bloody responsible. എത്ര കാലമായി വിളിച്ചു കൊടുക്കുന്നത്? എത്ര കാലം? നീ ആരാ? ഡീല് വേണം. മനസ്സിലാവുന്നുണ്ടോ? സോ അതിലേക്ക് വരിക. അപ്പം പറഞ്ഞു ഇനഫ്. അതെ, വിഷ്ണുവിന് ദേഷ്യം പിടിക്കുന്നുണ്ട്. യെസ്, ഇനഫ് ഈസ് ഇനഫ്. മടുത്തത്, മതിയായി. അതെ, എനിക്കത് തന്നെയാണ് പറയാനുള്ളത്. മതിയായി. ഇനഫ് ഈസ് ഇനഫ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് തീരുമാനം എടുത്തേ പറ്റൂ. നോബഡി ഈസ് ഗോയിങ് ടു കം ആൻഡ് ഹെൽപ്പ് യു. ഫിക്സ് യുവർ ഷിറ്റ്. ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾ നിങ്ങളുടെ പ്രോബ്ലം ഫിക്സ് ചെയ്യുക. നോബഡി ഈസ് ഗോയിങ് കം ആൻഡ് ഹെൽപ്പ് യു. യു ക്രിയേറ്റഡ് ദിസ് പ്രോബ്ലം, യു ഫിക്സ് ഇറ്റ്. ട്രോമയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ട്. അതും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? അതും പറഞ്ഞുകൊണ്ട് വിഷമിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? എന്നെ അവരങ്ങനെ ചെയ്തു, എന്നെ ഇവരിങ്ങനെ ചെയ്തു. ശരിയാണ്, ഐ അണ്ടർസ്റ്റാൻഡ്, ഐ ഗെറ്റ് യു. മനസ്സിലാവുന്നുണ്ടോ? എല്ലാം സംശയം, ചുറ്റുമുള്ളവർ എല്ലാവരും ചിരിക്കുന്ന മുഖങ്ങൾ എന്നെ കളിയാക്കുന്നത് പോലെ തോന്നുന്നു. ഇതൊക്കെ നമ്മൾ നമ്മൾ എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നുപോയതാണ്. നിങ്ങൾ ചെയ്തതായിരിക്കില്ല, നിങ്ങൾക്ക് സംഭവിച്ചതായിരിക്കാം. പക്ഷെ മതി. പിറ്റി പാർട്ടി ഈസ് ഇനഫ്. കരഞ്ഞുകൊണ്ട് സങ്കടപ്പെടുന്ന മറ്റേ പാർട്ടി ഉണ്ടല്ലോ, ഇത് ഞാൻ അങ്ങനെ പോയി, ഞാനിങ്ങനെ പോയി, എനിക്ക് അങ്ങനെ പോയി, എനിക്കിങ്ങനെ പോയി. മതിയടോ, നിർത്തടോ. പോത്തുപോലെ വളർന്നില്ലേ? ഇനിയും അതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ടേക്ക് എ ഡിസിഷൻ. ഇത് പറയുമ്പോൾ സാറിപ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് സങ്കടം വരുന്നു, എനിക്ക് വിഷമം വരുന്നു, എനിക്ക് എന്നോട് വിഷമം വരാനല്ല, അങ്ങനെയെങ്കിലും തലയിലേക്ക് ഒരു ബോധം വരട്ടെ, ചിന്ത വരട്ടെ. അതിനുവേണ്ടി പറയാണ്. ബിക്കോസ് ഐ ലവ് യു. ദിസ് ഇസ് സംതിങ് ലൈക്ക് ടഫ് ലവ്. കുറച്ച് ടഫായിട്ട്, ചിലപ്പോൾ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് ആരും കേൾക്കുന്നില്ല കുറേ ആൾക്കാർ. അപ്പോൾ ചിലരൊക്കെ കുറേ ആൾക്കാരപ്പോൾ അത് ചെയ്തു അല്ലേ, പ്രോഗ്രാമൊക്കെ ചെയ്ത് ഹീൽ ചെയ്തു. അടുത്ത ബാച്ചിലേക്ക് വരുന്നു പറഞ്ഞില്ല, ലാസ്റ്റ് ചെയ്തേ പെട്ടു. യെസ്, നിഷാർ തീരുമാനിച്ചു. ഞാൻ സ്റ്റോറി ടെല്ലിംഗ് നിർത്തി. വെരി ഗുഡ് റഷിദ മാം, ഈസ് വെരി ഗുഡ്. പ്രോഗ്രാമിൽ വന്നപ്പോൾ അതെങ്ങനെ നിർത്താന്നുള്ളതും ഓട്ടോമാറ്റിക്കലി നിൽക്കും. പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ ആ പറയേണ്ട ആവശ്യകത ഉണ്ട്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഹീലിംഗ് നിങ്ങൾ ചെയ്താലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, ഈ സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ ഓട്ടോമാറ്റിക്കലി നിർത്തുള്ളൂ. ഈ പിറ്റി പാർട്ടിയൊക്കെ എന്താ? പിറ്റി പാർട്ടി സങ്കടങ്ങളുടെ എന്താ പറയാ, എങ്ങനെ പറയാം, ഒരു പാരായം എന്താണ് ഇതൊരു പായാരം പറച്ചിൽ എന്ന് പറഞ്ഞൊരു വാക്ക്. പായാരം പറയാം. ഞങ്ങളുടെ നാട്ടിൽ പറയുന്നൊരു സംഗതിയാണ്. അതായത് വിഷമങ്ങൾ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക.
ഞങ്ങളുടെ നാട്ടിൽ അവതാ പറയാന്ന് പറയും. അവതാ പറഞ്ഞോണ്ടിരിക്കുന്നു പറയും. എന്ത് അവതാ പറയാന്ന് പറയും. അവതെ ആ ഇങ്ങനെ ഓരോ അവതാ പറഞ്ഞോണ്ടിരിക്കാന്ന് പറയും. അവതെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഐ ഡോണ്ട് നോ. ഇവിടെ പറയും പണ്ടാപരപ്പ് പറയാന്ന്. ആ പണ്ടാപ്പരപ്പ്. ഓക്കെ, എന്തായാലും എല്ലാ നാട്ടിലും ഉണ്ട് ഈ സംഗതി. എല്ലാവരുടെ അടുത്ത് കുറെ ആൾക്കാർ അല്ലേ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും പൈസയില്ല ഇല്ലല്ല പാട്ടെന്ന് പറയാം ഞങ്ങളത്. എന്താണ് ഇല്ലല്ല പാട്ട്. എന്തും ഇല്ല 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 എന്നുള്ള ഇല്ലല്ല പാട്ട്. അടിപൊളി, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇല്ലല്ല പാട്ട് പറയാം. കെൽസം പാട്ട്. ഓക്കെ, കെൽസം പാട്ട് പറയാം. എല്ലായിടത്തും പാട്ടും പരിപാടിയൊക്കെയാണ്. ശരി, പിന്നെ ഒരു ഇത് കൂടി ഉണ്ട്, മനസ്സിലായോ? പയ്യാപ്പരപ്പ്. ശ്രദ്ധിച്ചോ, ഇംഗ്ലീഷിൽ പറയും പിറ്റി പാർട്ടി. അവിടെ ഇങ്ങനെ സങ്കടങ്ങൾ പറയുന്നത് പിറ്റി പാർട്ടി എന്നാ പറയാം. അപ്പൊ അതിന് ഇവിടെ നമ്മുടെ മലയാളത്തിൽ നിന്നപ്പോ ഇല്ലെല്ലാം പാട്ട്, അതേപോലെ വേറെ ഏതോ പാട്ട് പറഞ്ഞു. ഇപ്പൊ പാട്ട് പയ്യാപ്പരപ്പ് പറയാന്ന് പറഞ്ഞു. അതെ, ചുരുക്കി പറഞ്ഞാൽ ഇതൊരു പാട്ടും കൊട്ടും പരിപാടിയൊക്കെയാണിത്. ശരിക്കും പറഞ്ഞ ഒരു പാർട്ടി തന്നെയാണ്. അപ്പൊ ആക്ച്വലി അല്ലല് പറയാന്നും പറയുമല്ലോ അല്ലെ? അല്ലല് പറയാ. അതെ, അല്ലലുകൾ പറയാം. അല്ലലുകള്, വിഷമങ്ങള്. കണ്ണൂർ എന്താ പറയാ? കണ്ണൂർ എന്താ പറയാ? ഇല്ല പാട്ട് പറയാ. എന്താണ്? അതന്നെ അല്ലല്. കണ്ണൂർ തന്നെയാണ് അല്ലല് പറയാ. ആ അല്ലല് ഇല്ല പറയാം. പാട്ട് പറയാന്ന് പറയും. ഇല്ല പാട്ട് പറയാം. ഓക്കെ, വേറെ പന്നക്കം, പിന്നെ പന്നക്കം പറയാ. പന്നക്കം പറയാ. പൊന്നക്കം പറയാം. അടിപൊളി. എന്തായാലും എല്ലാവർക്കും നല്ല പരിചയമുണ്ട്. അവൻ എപ്പോഴും പന്നക്കാന്ന് പറയും. അവൻ എപ്പോഴും പൊന്നക്കാണ്. പൊന്നക്കല്ല, പന്നക്കം. പൊന്നക്കം. ഓക്കെ, ശരി. ഐ ഡോണ്ട് നോ കറക്റ്റ് ആയിട്ട് എനിക്ക് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യാന്നുള്ള എനിക്കറിയില്ല. എന്തായാലും ചുരുക്കി പറയാം, നമുക്ക് എല്ലാവർക്കും തിരിച്ചു വരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ തീരുമാനം എടുക്കുക. നെക്സ്റ്റ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ തയ്യാറുള്ളവർ എന്ത് ചെയ്യുക? തീരുമാനമെടുത്തവർ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. കമന്റ് ഓൺ. അടുത്ത ആൾക്കാർ ഇവിടെ ആരൊക്കെയോ കമന്റ് എടുത്തിട്ടുണ്ട്. എന്തായാലും എങ്ങനെയാണ് ഹീലിംഗ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട് അല്ലേ? ഹീലിംഗ് ചെയ്യുന്നത് നമ്മൾ ഹീലിംഗ് തെറാപ്പി പഠിക്കണം. അല്ലാതെ നമുക്ക് അത് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഹീലിംഗ് തെറാപ്പി പഠിച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 30 days പ്രോഗ്രാം ഉള്ളത്. ആ 30 days പ്രോഗ്രാമിൽ നമ്മൾ വെച്ചാൽ ഇന്റൻസീവ് ആയിട്ട് തെറാപ്പി തന്നിട്ട് പിന്നെ നമ്മൾ ലൈഫ് ടൈം സപ്പോർട്ട് നിങ്ങൾക്ക് നൽകും. ആ സപ്പോർട്ട് നൽകിക്കൊണ്ട് നിങ്ങൾ ഹീൽ ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവരും നിങ്ങളുടെ ഓരോരോ പ്രശ്നങ്ങൾ. കാരണം നമുക്ക് 3000-ഓളം ട്രോമാറ്റിക് ഇവന്റ്സ് ഒരു ശരാശരി മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അവർ 10, 20, 30 വയസ്സ് കഴിയുമ്പോഴേക്കും ഇത്രയും ട്രോമയിലൂടെ നമ്മൾ കടന്നു പോകും. ഇത് കടന്നു പോകുന്ന സംഗതികളെല്ലാം വന്ന് കുമിഞ്ഞുകൂടി നമുക്ക് താങ്ങാൻ പറ്റാത്തൊരവസ്ഥ എത്തുന്നതാണ്. ഒരു 25, 30 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഇത് താങ്ങാൻ പറ്റില്ല. പിന്നെ ഒരു 30 വയസ്സിന് ശേഷം ഇതെന്ത് ചെയ്യും? അസുഖങ്ങളായിട്ടും കൂടെ മാറും. കാരണം ഇത്രയും കാര്യങ്ങൾ വന്ന് സ്ട്രെസ് അനുഭവിക്കുകയാണ്. സോ ലൈഫ് മുന്നോട്ട് പോകുന്തോറും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളാണ് നമ്മളെ ട്രോമാറ്റിക് ആക്കി മാറ്റുന്നത്. ട്രോമാറ്റിക് നമുക്ക് ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ ഹീൽ ചെയ്യാത്ത ഒരാൾക്ക് എന്ത് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? അയാളുടെ ഉള്ളിൽ ഇത് ബിൽഡപ്പ് ചെയ്തിട്ട് ഒന്നുകിൽ ശരീരവേദനയോ അല്ലെങ്കിൽ അസുഖമോ ബുദ്ധിമുട്ടോ കാര്യങ്ങളായിട്ട് വരും. ഇപ്പൊ നമ്മുടെ തന്നെ പ്രോഗ്രാമിൽ അടിപൊളിയായിട്ട് സ്ട്രോങ് ആയിട്ട് അച്ചീവ് ചെയ്ത് പോകുന്ന ഒരാൾ നമ്മുടെ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പ്രോഗ്രാമിൽ വന്നിട്ട് നിങ്ങളെല്ലാവരും ഇപ്പൊ കറണ്ട് ബാച്ചിലുണ്ട് അദ്ദേഹം, നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം. അപ്പൊ ആ ഒരു പങ്കെടുക്കുന്നവർക്ക് അറിയാം. അപ്പോ അദ്ദേഹം ലൈഫിൽ അച്ചീവ് ചെയ്തേ വന്നിട്ടുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന് ട്രോമ ഉണ്ടോ? ഉണ്ട്. അദ്ദേഹത്തിന് ട്രോമ ഉണ്ട് എന്നുള്ളത് മനസ്സിലാകുന്നത് ഒരൊറ്റ ട്രോമ എടുത്ത് ചെയ്തപ്പോൾ അദ്ദേഹം ഒരു വാശിയുടെ പുറത്താണ് ഇത്രയും കാലം പോയത്. അപ്പൊ ആ വാശി വന്നൊരു ട്രോമാറ്റിക് ഇവന്റ്സിൽ നിന്ന്. ആ ട്രോമാറ്റിക് ഇവന്റ്സ് അദ്ദേഹത്തിന് ട്രിഗർ ആവുന്ന രൂപത്തിൽ നമ്മൾ ക്ലാസ്സിൽ കുറച്ച് കമാൻഡുകളൊക്കെ പറഞ്ഞിരുന്നു. എനിക്ക് അറിയായിരുന്നു ഇത് പോയിട്ട് കൊള്ളാൻ പോകുന്നുണ്ടാവും. ഒരു ഇഞ്ചക്ഷൻ വെക്കുന്ന പോലെയാണ് ചില വാക്കുകൾ. അപ്പൊ അത് ശരിക്കും കുറിക്കൊണ്ടു ഇപ്പം ഹീലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഹീലിംഗ് നടന്നിട്ട് ആള് തിരിച്ചു വരാനുള്ള സംഗതിയിലാണുള്ളത്. ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് എന്താ വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പലർക്കും ഉണ്ടാകും. അപ്പൊ അത് നമ്മൾ എന്താ വെച്ചാൽ കറക്റ്റ് ആയിട്ട് ഒരു ഹീലർ അടുത്ത് ചെന്നിട്ട് എന്ത് ചെയ്യണം? ഹീലിംഗ് തെറാപ്പികളിലൂടെ പഠിച്ച് ക്ലിയർ ചെയ്യണം. അപ്പൊ അത് ഓരോരുത്തർക്കും 10 ദിവസമാണ് ട്രിഗർ ചെയ്യുക. ഇന്നിപ്പോ ആയിഷ മാമിന് ശരിക്കും ഹീലിംഗ് നടത്തുന്നത് ഇന്നലെയാണ്. ഇതിനു മുൻപേ ഷഹീല നസറിന് ഇതിനു മുൻപേ 3-4 ദിവസം മുമ്പേ ഹീലിംഗ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ എന്ത് ചെയ്യും? ഹീലിംഗ് തുടങ്ങാൻ കേട്ടോ. യെസ്, പറഞ്ഞോളൂ. ഹലോ, ജസീല എനിക്ക് പറഞ്ഞു. ഉമ്മാനോട് ദേഷ്യാണ്, തീരെ ദേഷ്യം മാറണില്ല ഉമ്മാനോട്. നമുക്കത് ചെയ്യാം കേട്ടോ. പ്രോഗ്രാമിലേക്ക് വരുമല്ലോ, അപ്പൊ നമുക്കത് ചെയ്യാം കേട്ടോ. ഉമ്മാനൊക്കെ നല്ല ദേഷ്യാണ്, എപ്പോഴും വലിച്ചു വരണം. അത് റെഡിയാക്കാം. അത് നമുക്ക് റെഡിയാക്കാം കേട്ടോ. യെസ് എന്ന് പറ, ഓക്കെ എന്ന് പറ. ശരി, ഓക്കെ, പറഞ്ഞോളൂ. സർ, ഞാൻ ഇന്നലെ എന്റെ ഹസ്ബൻഡായിട്ട് ഇങ്ങനെ ഒരു കോൺവെർസേഷൻ വന്നപ്പോ ഹസ്ബൻഡ് എന്താണ് ഈ പ്രത്യേകത എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞതിൽ ട്രോമ ഹീലിംഗ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ പിന്നെ മൂപ്പര് ട്രിഗർ ആയി. ഇപ്പൊ എല്ലാവർക്കും ട്രോമ ഉണ്ടല്ലോ. അപ്പൊ അതൊരു ട്രോമ ഇല്ലാത്ത മനുഷ്യന്മാർക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാന്നാണോ? ഇപ്പൊ ട്രോമ ഒന്നും ഇല്ലാതെ ചൈൽഡ്ഹുഡ് നല്ല ഇതിൽ പോയ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കൊന്നും ഫേസ് ചെയ്യേണ്ടി വരില്ല എന്നാണോ? അതേപോലെ അങ്ങനെയൊക്കെ ചോദിച്ചു. പിന്നെ
പറഞ്ഞ ഈ ട്രോമ ഹീലിംഗ് എന്ന് പറയുമ്പം നമ്മളിപ്പം അത് മനുഷ്യന്മാര് തന്നെ ഓരോരുത്തരും ആ കാലഘട്ടം കഴിയുമ്പോൾ അത് നമ്മൾ തന്നെ അത് ഹീൽ ചെയ്ത് വരുന്നതാണ്. അങ്ങനെ പിന്നെ ഞാൻ കൂടുതലായിട്ട് അതിനായിട്ട് കോൺവേഴ്സ് ചെയ്യാൻ പോയിട്ടില്ല. ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു. അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് വിശാല്. ഒന്ന്, നമ്മളുടെ ട്രോമ ഇല്ലാത്ത ആൾക്കാരുണ്ടോ? ആക്ച്വലി ട്രോമ ഇല്ലാത്ത ആൾക്കാരില്ല, എല്ലാവർക്കും ട്രോമ ഉണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പം അദ്ദേഹം പറഞ്ഞ ട്രോമ ഇല്ലാതെ വളരുന്ന ഒരാൾക്ക് ലൈഫിൽ നല്ല സ്മൂത്ത് ആയിരിക്കുമോ? അങ്ങനെ സംഗതിയില്ല, എല്ലാവർക്കും ട്രോമയുണ്ട്. അപ്പോൾ ആ ട്രോമയുടെ അളവ് വ്യത്യാസമുണ്ട്. ഓക്കെ, കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് കളിപ്പാട്ടം വാങ്ങിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അത് ട്രോമ ഇഫക്റ്റ് ആണ് ആ സമയത്ത്. അവിടെ അതൊരു ട്രോമ എഫക്റ്റ്, അത് എല്ലാ കുട്ടികൾക്കും ഉണ്ട്. പക്ഷേ ചില കുട്ടികൾക്ക് നന്നായിട്ട് ഡാമേജിങ് ആയ രീതിയിൽ ട്രോമ എഫക്റ്റ് ഉണ്ടാവും. അങ്ങനെയുള്ള കുട്ടികളാണ് പലരും ലൈഫിലും റിലേഷൻഷിപ്പിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? അപ്പൊ അതല്ലാത്ത ട്രോമ ഉണ്ടായിട്ടുള്ള ആൾക്കാർക്ക് അവരുടേതായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. പ്രശ്നങ്ങൾ ആർക്കും ഇല്ലാത്തില്ലല്ലോ. അപ്പനോട് ഇപ്പൊ ഞാൻ കുട്ടികളോട് ദേഷ്യം പിടിക്കുമ്പോൾ ഞാൻ അവരോട് കളിക്കുന്നുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും അവരോട് ദേഷ്യം വരുമ്പോ അവരത് മനസ്സിലാക്കും. അല്ലാതെ എന്റെ നല്ല ഫേസ് മാത്രം അവരെ കാണാൻ, അവരെ വഴക്ക് പറയാണ്ടിരിക്കുക, അങ്ങനെ ചെയ്യുമ്പം അവിടെ ഒരു പ്രോഗ്രസ് അവർക്കും സംഭവിക്കുന്നില്ലല്ലോ. പിന്നെ ലൈഫിൽ പെട്ടെന്ന് വേറെ ആരെങ്കിലും അവരെ എന്തെങ്കിലും ഫേസ് ചെയ്യുമ്പോൾ അവർക്കത് താങ്ങാൻ പറ്റുമോ? അങ്ങനെ നമ്മള് നല്ല അദ്ദേഹം രീതിയിൽ ചോദിച്ച ചോദ്യങ്ങൾ നല്ല ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കുറച്ചൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ട് ടഫായിട്ടുള്ള രീതിയിലൂടെ അവർ കടന്നു പോകട്ടെ എന്നാണ് പറയുന്നത്. അപ്പൊ ആക്ച്വലി അത് നമ്മളായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതെന്താ സംഭവിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മക്കളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അത് ബാധിക്കും ഫ്യൂച്ചറിൽ. അത് അല്ലെങ്കിൽ അവരുടെ മക്കളുടെ റിലേഷൻഷിപ്പിനൊക്കെ ബാധിക്കും. അപ്പൊ അത് നിങ്ങൾ ഓവർ ഇപ്പൊ കൺസേൺഡ് ആവേണ്ട. അതിലേക്ക് നിങ്ങൾ ചേഞ്ച് ആവുന്നതിലൂടെ അദ്ദേഹം ചേഞ്ച് ആയി വരും കേട്ടോ. അത് എത്തിക്കോളും, വറീഡ് ആവണ്ട. അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ വറീഡ് ആവണ്ട. നിങ്ങൾ അത് കൂടുതൽ വറീഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അതാവും നിങ്ങൾക്ക് മറ്റൊരു ട്രോമ. സോ ഡോണ്ട് ഗോ ഫോർ ദാറ്റ്. നിങ്ങൾ അത് നല്ലൊരു എക്സ്പെക്ടേഷനിലേക്ക് കൊണ്ടുവരൂ. എന്നിട്ട് അദ്ദേഹം നല്ല രീതിയിലേക്ക് കുട്ടികളോട് പെരുമാറുന്നതും കാര്യങ്ങളൊക്കെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യും കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ എനർജി ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നെക്കാളും നന്നായിട്ട് കുട്ടികളായിട്ട് പെരുമാറി ഞാനാണ് ദേഷ്യം പിടിക്കുകയൊക്കെ ചെയ്യുന്നത്. അദ്ദേഹം എപ്പോഴെങ്കിലും, പക്ഷെ ഞാൻ ചിലപ്പോ എന്താ പറയാ, എനിക്ക് കുട്ടികളോട് കൺട്രോൾ വിട്ട് പോകാറുണ്ട്. അല്ല, അതായത് പറയുന്നത് നിങ്ങൾ നന്നായിട്ട് ഹീൽ ചെയ്യും, അത് കുറഞ്ഞു വരും കേട്ടോ. അത് ഹീൽ ചെയ്തിട്ട് നമുക്കത് കുറഞ്ഞു വരും കേട്ടോ. അത് കുറഞ്ഞു വന്നോളൂ ഹിബ, ഡോണ്ട് വറി. പ്രോഗ്രാമിലുണ്ടല്ലോ അല്ലേ ഹിബ? പ്രോഗ്രാമിലുണ്ടോ? ഇപ്പോഴില്ല സർ, നെക്സ്റ്റ് മന്ത് ഞാൻ നെക്സ്റ്റ് മന്ത് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്തായാലും വരും. ഒക്കെ വറീഡ് ആവണ്ട, റെഡി ആയിക്കോളും കേട്ടോ. അത് നിങ്ങൾ ഈ പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ലിറ്ററലി ഫീൽ ചെയ്യാൻ തുടങ്ങും കേട്ടോ. അത് ഇവിടെ ഉള്ളവർ തന്നെ പറയും. എന്താ പറയുന്നത് നസ്രീൻ, സുജീറ, ലേഖൻ, ഇവരൊക്കെ പറയും അത്. എന്താണ് നിങ്ങളുടെ ഫീലിങ്സ്? പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? എന്റെ അടുത്ത് ഈ ഗ്രൂപ്പിലുള്ള ഒരാള് നമ്മള് മാസ്റ്റർ ചെയ്യുന്നുണ്ട്, ലൈഫ് മാസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്നോട് ചോദിക്കുക, എനിക്ക് മാത്രം എന്താ റിസൾട്ട് ഇല്ലാത്തത്, നിങ്ങളൊക്കെ ഇവരെ ആളാണോ, അതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സാർക്ക് എന്താ അതിന് പറയാനുള്ള മറുപടി? അല്ല, എന്താ പറയാ, എനിക്കറിയില്ല. എന്താ വെച്ചാല് പ്രോഗ്രാമിലുള്ള ആരാണ് അത് ചോദിച്ചതെന്ന് പറയാവോ? ഓക്കെ, അപ്പൊ അതായത് ഇതിൽ ഒരു കാര്യമുള്ളത് എന്താ വെച്ചാല്, പ്രധാനമായിട്ട് പ്രോഗ്രാമിൽ ചില ആൾക്കാർ വന്നാൽ അവർക്ക് റിസൾട്ട് കിട്ടാൻ വൈകുന്നതിന്റെ റീസൺ, അവർ ഓൾറെഡി നല്ല ഹൈപ്പർ വിജിലന്റ് ആണ്. അവരുടെ ട്രോമ അവർക്ക് കിട്ടിയത് പ്രകാരം, അവരെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, മേ ബി ഹൈപ്പർ വിജിലന്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഹൈപ്പർ വിജിലന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ലോജിക്കലായി പോകും. ലോജിക്കലായി കഴിഞ്ഞാൽ ഈ പറഞ്ഞിരുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ്ലി ഇമോഷണലി എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. അപ്പൊ നമ്മൾ അതിലേക്ക് സമർപ്പിച്ചിട്ട്, ഇപ്പോൾ നല്ല ഹൈലി ലോജിക്കൽ ആയിട്ടുള്ള ആളാണ് ജസ്റ്റിൻ സാറൊക്കെ. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറയാം. അദ്ദേഹം അത്രയും മാനേജർ ലെവലിൽ പൊസിഷനിൽ നിൽക്കുന്ന ഒരാളാണ്. അതേപോലെ തന്നെ ഈവൻ നമ്മുടെ സുധീർ സാർ ആയിക്കോട്ടെ, ഇവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പൊസിഷനിൽ ബിസിനസ് പരമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവരൊക്കെ ചെയ്യുന്ന വേറൊരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ, ഇവർക്കൊക്കെ മനസ്സിലായ ഒരു കാര്യമാണെന്ന് വെച്ചാൽ, ഇവർ അതിലേക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് ലോജിക്കാണ് ഞാനെങ്കിലും ഇയാൾ പറയുന്ന പോലെ അങ്ങോട്ട് സബ്മിറ്റ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഞാൻ ഇതൊന്നും ചിന്തിക്കേണ്ട എന്ന് വിചാരിച്ചു തുടങ്ങിയിടത്താണ് അവർക്കൊക്കെ എന്താ വെച്ചാൽ ഷിഫ്റ്റ് വന്നു തുടങ്ങിയത്. ഇപ്പോൾ ഇന്നലത്തെ സെഷനിൽ ജസ്റ്റിൻ സാറ് പ്രോഗ്രാമിൽ ഇരിക്കുമ്പോൾ, പിന്നെ ഞാൻ 4 ദിവസം മുൻപ് 2 ദിവസം ആദ്യ ദിവസം മുതൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഹീലിംഗ് 0 ആവാൻ കുറച്ച് ടൈം എടുത്തിരുന്നു. പക്ഷെ ഇന്നലെ ഒറ്റയടിക്ക് അദ്ദേഹത്തിന് എന്താ വെച്ചാൽ പെട്ടെന്ന് 0യിലേക്ക് വന്നു. ഒരൊറ്റ തെറാപ്പിയിൽ തന്നെ 0യിലേക്ക് വന്നു. കാരണം അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം കമന്റ് ചെയ്തിരുന്നു, ഞാൻ ഇമോഷണലായി കരഞ്ഞു, ടീയേഴ്സ് കെയിം ഡൗൺ എന്ന് പറഞ്ഞു. ശരിക്കും അപ്പൊ അതെന്താ അർത്ഥം? ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് നമ്മളെ തന്നെ നമ്മളെ ബ്ലോക്ക് ചെയ്യും.
അറിയാതെ. അങ്ങനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, റിസൾട്ട് കിട്ടുന്നത് എന്താ വെച്ചാൽ കമ്പാരിറ്റീവ്ലി കുറഞ്ഞു വരും. അപ്പോൾ അനലിറ്റിക്കൽ മൈൻഡായിട്ട് നമ്മൾ ഇരിക്കരുത്. നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യുക, സമർപ്പിച്ച് അതിലേക്ക് വരിക. അപ്പോൾ ചില ആൾക്കാർക്ക് അപ്പോൾ അവർ ഈ ചോദ്യം കൂടി ചോദിച്ചത് എന്തുകൊണ്ടാണ്, ഈ ചോദ്യം ചോദിച്ചത് അവർക്ക് റിസൾട്ട് കിട്ടാത്തത് കൊണ്ട് എന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ അവരുടെ നാച്ചുറൽ ടെൻഡൻസി ആണെന്ന് വെച്ചാൽ പലതിനെയും സംശയത്തോടു കൂടി കാണുക. എന്തുകൊണ്ടാണ് സംശയത്തിൽ കാണുന്നത്? ഹൈപ്പർ വിജിലൻസ് ഉള്ളതുകൊണ്ടാണ്. ഹൈപ്പർ വിജിലൻസ് എങ്ങനെ വരുന്നത്? ഹൈപ്പർ വിജിലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എപ്പോഴും വിജിലൻ്റ് ആയിട്ടിരിക്കുക, ഭയങ്കര ഈ വിജിലൻസ് നമ്മൾ എപ്പോഴും സ്ട്രെസ് ആയതുകൊണ്ടാണ്. അൺകോൺഷ്യസ്ലി നമ്മുടെ ബോഡിയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഹോർമോൺസ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാത്തത് കൊണ്ട്, കോർട്ടിസോൾ ഹോർമോൺ ഇടയ്ക്കിടയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് സ്ട്രെസ് മൂലമാണ് അങ്ങനെ ആവുന്നത്. ഈ സ്ട്രെസ്സിന് ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവാനുള്ള കാരണം ലൈഫിൽ അത്രയും പെയിൻ അനുഭവിച്ചിട്ടുണ്ട്. സോ അത് ബ്രേക്ക് ആവും, ആള് ബ്രേക്ക് ആവും. നമ്മുടെ പ്രോഗ്രാം തീരുന്നതിനുള്ളിൽ അദ്ദേഹം എന്തായാലും ബ്രേക്ക് ചെയ്യാം. കാരണം നമുക്ക് 30 days ഉണ്ട് നമ്മുടെ പ്രോഗ്രാം. ഈ 30 daysനുള്ളിൽ ഇപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ. ദേ വിൽ ബ്രേക്ക് ഡൗൺ ആൻഡ് ദേ വിൽ കം ടു ദാറ്റ് എക്സ്പീരിയൻസ്. ഈ 10 days ഫസ്റ്റത്തെ ഈ കോച്ചിങ്ങിൽ തന്നെ ഒരുവിധം 80% ആൾക്കാരും ബ്രേക്ക് ഡൗൺ ആവും. 1-2 ആൾക്കാർ മാത്രം ലെഫ്റ്റ് ആവാറുണ്ട്. പക്ഷെ അവർ ഡെപ്തിൽ 1-to-1 ഹീലിംഗ് ഇരിക്കുമ്പോൾ അവരെന്തെയും കണക്ട് ആവും. അവർക്കിപ്പോൾ അവരെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ആ ലെവലിൽ സെൽഫ് ഡൗട്ടും ഹൈപ്പർ വിജിലൻസും അവർക്ക് വന്നിട്ടുണ്ട്. സോ അത് കണക്റ്റായി, ലിറ്ററലി കണക്റ്റഡ് ആയിട്ട് വരും. ഓക്കെ, സോ ചോദിച്ചോളൂ. ചേട്ടാ, നമ്മളെ ഈ പണ്ട് മുതൽ ഈ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ എന്റെ കുറവുകളാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ നമ്മളെ ഈ കുറവുകള് ഇങ്ങനെ പ്രാർത്ഥിക്കും തോറും നമ്മളെ ഉപബോധ മനസ്സ് ഇത് കേട്ട് അവിടെ ഇതായിക്കൊണ്ടല്ലേ കുറവുകൾ നമ്മളിങ്ങനെ പറയരുത്. എന്താ പറയാറുള്ളത് വിഷ്ണു, കുറവുകൾ? ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇവിടെ ഇപ്പൊ എല്ലാരും നീക്കിയില്ലേ പറയണോ? ഓക്കെ, ശരി, കുഴപ്പമില്ല, പറയണ്ട. അപ്പൊ ആ കുറവുകൾ ഇനി പറയണ്ട. അങ്ങനെ കുറവുകൾ പറയുന്നതിന് പകരം എനിക്ക് എന്ത് വേണം അത് ചോദിക്കുക. അവിടെ ചെന്നിട്ട് ചോദിക്കാനല്ലേ പോകുന്നത്. അവിടെ ചെന്നിട്ട് എന്ത് വെച്ചാൽ അത് നേരെ യൂണിവേഴ്സൽ പവറായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ യൂണിവേഴ്സൽ പവറായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ചോദിക്കുമ്പോൾ നല്ലത് മാത്രം ചോദിക്കുക. നമുക്ക് എന്ത് വേണം? അപ്പോൾ എനിക്ക് അസുഖങ്ങൾ മാറണേ എന്ന് പറയുന്നതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അത് പറയാതിരിക്കുക. അതിന് പകരം എനിക്ക് നല്ല ആരോഗ്യം നൽകണേ, അത് പറഞ്ഞാൽ പറയാം. എൻ്റെ കടങ്ങൾ വീട്ടണേ എന്ന് പറയുന്നതിന് പകരം നമ്മൾ പറയുക എന്താ വെച്ചാൽ എൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കണമേ, ഇത് പറഞ്ഞാൽ പോരെ. എനിക്ക് നല്ല കുടുംബജീവിതം, എൻ്റെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട്, ഈ പ്രശ്നങ്ങൾ മാറ്റി തരണേ എന്ന് പറയുന്നതിന് പകരം എനിക്ക് നല്ലൊരു ആരോഗ്യമുള്ള സ്നേഹമുള്ള കുടുംബജീവിതം നൽകണം, എനിക്ക് നല്ലൊരു എന്താ പറയുക, അങ്ങനെ നമ്മൾ നമുക്ക് എന്ത് വേണം, അങ്ങനെ നമുക്ക് എന്ത് വേണം എന്നുള്ളതിലേക്ക് ഫോക്കസ് ചെയ്യാം. എൻ്റെ ഭർത്താവ് എന്നോട് ദേഷ്യം പിടിക്കുന്നു, അല്ലെങ്കിൽ എന്നെ ഷൗട്ട് ചെയ്യുന്നു, ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നതിന് പകരം എനിക്ക് നല്ലൊരു സ്നേഹമുള്ള ഭർത്താവാക്കി തലകളമേ എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജി ചേഞ്ച് ആകും. അപ്പോൾ നിങ്ങൾ ദൈവം തരുന്നതിലേക്കും തന്നതിലേക്കും നല്ല പോസിറ്റീവ് മൈൻഡിൽ നിന്നുള്ള നല്ലൊരു ആ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത്, ചോദിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുക, യൂണിവേഴ്സൽ പവറുമായിട്ട് അലൈൻഡ് ആവുക. മറ്റത് ഞാൻ ഇത്രയൊക്കെ തന്നിട്ട് ഈ വൃത്തികെട്ടം ഇവിടെ വന്നിട്ട് എന്താ പറയുന്നത് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പുള്ളിക്ക് പോകേണ്ടി വരും. അങ്ങനെ പോവില്ല, അത് വേറെ കാര്യം. എന്നാലും ഞാൻ ജസ്റ്റ് തമാശയ്ക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. അതായത് ഇത്രയൊക്കെ കൊടുത്തിട്ട് രാവിലെ ഞാൻ അവന് സൂര്യനെ കൊടുക്കുന്നുണ്ട്, പ്രകാശം കൊടുക്കുന്നുണ്ട്, വെളിച്ചം കൊടുക്കുന്നുണ്ട്, രാത്രിയാകുമ്പോൾ ഞാൻ അത് മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇരുട്ട് കൊടുക്കുന്നുണ്ട്, ഈ സംഗതികൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട്, അവന് സ്വസ്ഥമായിട്ട് ഭക്ഷണമുണ്ട്, കാര്യങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം കൊടുത്തിട്ട് ഇത്രയും ആൾക്കാരെ കൊടുത്ത് അവൻ ഒറ്റയ്ക്കല്ല ഈ ഭൂമിയിൽ. ഒന്ന് ആലോചിക്കുക, നിങ്ങൾ മാത്രമുള്ള ഈ ഭൂമിയിൽ എന്ത് ചെയ്യും? പെട്ടുപോയാനല്ലേ. ഇപ്പൊ നിങ്ങൾ എന്താ വെച്ചാൽ ഇത്രയും ആൾക്കാരുണ്ടായിട്ട് ഇവരെയൊക്കെ പറ്റി കുറ്റം പറഞ്ഞ് നടക്കുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പരാതിയും ബുദ്ധിമുട്ടും മാത്രം നമ്മൾ പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ സകല ആൾക്കാരെയും പറ്റി ഇങ്ങനെ കുറ്റം പറഞ്ഞ് ഇപ്പതാ എന്റെ ലൈഫ് ഫുള്ള് നെഗറ്റീവ് ഷെയ്ഡായി. സാരമില്ല, ഇനി നമുക്ക് നിർത്താം. ഇനി നമുക്ക് നിർത്തിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ഹാപ്പി ആയിട്ട് പോവാം. കാരണം നമ്മളെന്താ പറയുക, ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഇന്നലെ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഫോർഗീവ്നെസിന്റെ ഒരു സെഷൻ അറ്റൻഡ് ചെയ്ത ആൾക്കാർക്ക് അറിയാം, ലൈഫ് കംപ്ലീറ്റ്ലി അങ്ങ് എന്തോ ആയി പോകും. അത് ഞാൻ കംപ്ലീറ്റ്ലി ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒറ്റപ്പെട്ടു പോകും, നമുക്ക് ആരും സുഹൃത്തുക്കൾ ഉണ്ടാവില്ല, നമ്മൾ ലൈഫിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും, ഹെൽപ്പ് ഒരാൾ തന്നാൽ പോലും നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല, നമുക്ക് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല. ഇറ്റ് വിൽ ബി സഫറിങ് ലൈക്ക് എനിത്തിങ്. അപ്പോൾ അതിൽ നിന്നൊക്കെ പുറത്ത് കിടക്കുക എന്നുള്ളതാണ്. വിഷ്ണു അടുത്ത ബാച്ചിൽ എന്തായാലും വരും കേട്ടോ. കം ടു ദ പ്രോഗ്രാമിലേക്ക് വരിക. ഓക്കെ. അപ്പം തിരിച്ചു വരും വിഷ്ണു, എന്തായാലും നല്ല രീതിയിലേക്ക് തിരിച്ചു വരും. അടിപൊളി ചേട്ടാ. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ആരാണത്? വിഷ്ണു, പറഞ്ഞല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ എല്ലാവരും എന്താ വെച്ചാൽ ഐ ലോസ്റ്റ് മൈ ഹെൽത്ത് ടേസ്റ്റ് ആൻഡ് സ്മെൽ. രാഹിൽ മോഹൻ എന്ന് വെച്ചാൽ ഡ്യൂ ടു ട്രോമ ഐ ലോസ്റ്റ് മൈ ഹെൽത്ത് ടേസ്റ്റ് ആൻഡ് സ്മെൽ. ട്രോമ കൊണ്ട് സംഭവിച്ച ഒരു കാര്യം നോക്കൂ, ഒരാളുടെ സ്മെല്ല് നഷ്ടപ്പെട്ടു, ടേസ്റ്റ് നഷ്ടപ്പെട്ടു, ആരോഗ്യത്തിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളുണ്ടായി. മോർണിംഗ് മെഡിറ്റേഷൻ 2 days അറ്റൻഡ് ചെയ്യുന്നു. ഓക്കെ രാഹിൽ, ജസ്റ്റ് കമന്റ് പ്രോഗ്രാമിലേക്ക് വരിക. അടുത്ത ബാച്ച് എന്തായാലും പ്രോഗ്രാം എന്തായാലും ചെയ്യാം. നമുക്ക് എന്ത് ഹീൽ ചെയ്തിട്ട് ക്ലിയർ ചെയ്തെടുക്കാം, തിരിച്ചു പിടിക്കാം കേട്ടോ. ഡോണ്ട് വറി. എക്സാക്ട്ലി. ഞാൻ ഏത് വകുപ്പിലാണ്? എനിക്ക് പലതും ലോജിക് ആലോചിക്കുന്ന ആളാണ്. ഞാൻ ഏത് വകുപ്പിലാണെന്നാണ് ചോദിച്ചത് അല്ലേ?
ലോജിക്ക് ആലോചിക്കുന്ന ആളാണ്. ജസീല മാം ഡോണ്ട് വറി, നിങ്ങളിപ്പോൾ ഇമോഷണൽ വകുപ്പിലേക്ക് വന്നിട്ടുണ്ട്, ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഡോണ്ട് വറി. നമുക്ക് ഞാൻ നിങ്ങളെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, സൈൻ ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, അത് അപ്രൂവ് ചെയ്ത് സ്വീകരിച്ച് നിങ്ങളങ്ങ് കെയർ ചെയ്യാൻ മതി. എൻ്റെ ഇതൊരു സംശയത്തിന് ഇന്ന് ക്ലാരിറ്റി കിട്ടി. ഇത്രയും കാലം ഈ ട്രോമകളോടെ തന്നെ ഞാൻ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോയിരുന്നു. ബട്ട് 1 ഇയറായി മെൻ്റലി ഫിസിക്കലി ഡൗൺ ആയി, ഒന്നും മാനേജ് ചെയ്യാൻ പറ്റാതായി. ഐ എം 31 നൗ. ആഫ്റ്റർ 30 വന്നു തുടങ്ങിയ ചേഞ്ച് ആണെന്ന് ഇപ്പോൾ ക്ലാരിറ്റി വന്നു. യെസ് ജക്കിയ, കൺഗ്രാറ്റുലേഷൻ, കം ടു ദ പ്രോഗ്രാം, യു ആർ ക്വാളിഫൈഡ്. നമുക്ക് ഈ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുമ്പോഴാണെന്ന് വെച്ചാൽ പ്രോഗ്രാമിലേക്ക് വരാനുള്ള ടിക്കറ്റ് നിങ്ങൾ തന്നെ എടുക്കുന്നത്. പ്രോഗ്രാമിലേക്ക് വരാം, നമുക്ക് ഫിക്സ് ചെയ്യാം. ജക്കിയ, കം ടു ദ പ്രോഗ്രാം. ഓക്കെ, ഐ എം റിയലി ഹാപ്പി ഫോർ യു. ഫീസ് എത്രയും ചോദിക്കുന്നുണ്ട്. ഫീസ് വരുന്നത് 8,800 ആണ് കഴിഞ്ഞ ബാച്ചിനുണ്ടായിരുന്നത്. സെയിം ഫീസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പങ്കെടുക്കും. ആദ്യത്തെ 20 പേർക്കുള്ള അവസരമേ ഉള്ളൂ. അങ്ങനെ അത് എനിക്ക് തോന്നുന്നത് ഇന്നിപ്പോൾ 25 ആയി അല്ലേ, 2-3 ഡേയ്സിനുണ്ട് അത് അവസാനിപ്പിക്കും തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എത്രയും പെട്ടെന്ന് എന്ത് പ്രോഗ്രാമിലേക്ക് വരിക. പിന്നീട് 9,800 ആയിരിക്കും പ്രോഗ്രാമിന് ഫീ വരുന്നുണ്ടാവുക കേട്ടോ. 9,800 ആയിരിക്കും പ്രോഗ്രാമിന് ഫീ വരുന്നുണ്ടാവുക. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ആഫ്റ്റർ 30 30-ാം തീയതിക്ക് ശേഷം അതായിരിക്കും. അപ്പോൾ അത് പക്ഷേ വേറെ കാര്യമുണ്ട്, ആ ഡേറ്റ് ഉണ്ടെങ്കിൽ പോലും 120 പേർക്ക് ഈ അവസരം കിട്ടുള്ളൂ. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഇന്ന് തന്നെ എന്ത് ചെയ്തോളൂ, ബ്ലോക്ക് ചെയ്തോളൂ. 1,000 rupees നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിസ്കൗണ്ട് പ്രതീക്ഷിക്കാം. പക്ഷേ അതിനുശേഷം നിങ്ങൾക്ക് 9,800 ആയിരിക്കും. നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. അതിൽ പിന്നീട് വേറൊരു ചോദ്യം നിങ്ങൾ ചോദിക്കരുത് 30ക്ക് ശേഷം. അതാണ് നമ്മൾ ആ ബാച്ചിലെ ഫീ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അത്രയും ടീമിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അത്ര എക്സ്പെൻസ് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് നേരത്തെ ജോയിൻ ചെയ്തുകൊണ്ട് ഡിസ്കൗണ്ട് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അത്രയും പരസ്യം ചെയ്യേണ്ട ആവശ്യമില്ല, അത്രയും വേറെ ക്യാമ്പയിനോ കാര്യങ്ങളോ സംഗതികളോ ചെയ്യേണ്ട. സോ ദാറ്റ്സ് വൈ നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. നേരത്തെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യണം. സോ അത്രയും സീറ്റ്സുകൾ നമുക്ക് അത്രയും 20 സീറ്റ്സിനുള്ള സംഗതികൾ ചെയ്യുമ്പോൾ ആ ഹെൽപ്പ് ചെയ്യുന്നവർക്ക് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് മാത്രം. സോ യു ആർ ടേക്കിംഗ് എ ഡിസിഷൻ. അപ്പോൾ അതുകൊണ്ട് കേട്ടോ, റിപ്പീറ്റ് ചെയ്യുന്നവർക്ക് എത്രയാണ് ഫീസ് വരുന്നത്? റിപ്പീറ്റ് ചെയ്യുന്നവർക്ക് നമ്മളിപ്പോൾ ഫീസ് കൊടുക്കുന്ന 5,000 rupees ആണ്. സോ ദാറ്റ് ഈസ് എ ഫീസ്. 9,800 ആണ്. ഏകദേശം 4,800 rupees നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്യാം. ഐ മീൻ റിപ്പീറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ തന്നെ റിപ്പീറ്റ് ആയിരിക്കണം കേട്ടോ, നമ്മളുടെ തന്നെ ബാച്ച് ചെയ്തിട്ടുള്ള ഇൻസ്പൈസ് അക്കാഡമി നടത്തുന്ന EFT തന്നെ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക്. ഓക്കെ, ദാറ്റ്സ് വൈ വി ആർ കോളിംഗ് റിപ്പീറ്റ്. ഓക്കെ, ശരി. എനി ക്വസ്റ്റ്യൻസ്? അപ്പോൾ നമ്മൾ എന്തോ പറഞ്ഞിട്ടില്ലേ, നന്നായിട്ടങ്ങ് പറഞ്ഞ് അടിച്ചു കയറ്റി തന്നൊരു സാധനം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഓർമ്മയുണ്ടോ? വേറെ ആരും വന്ന് പണിയെടുക്കൂല, നമ്മൾ തന്നെ പണിയെടുക്കണം. ക്ലിയർ അല്ലേ? ഇതായിരുന്നു നമ്മുടെ മെസ്സേജ്. ആ മെസ്സേജ് തന്നിട്ട് നമ്മൾ എന്താ വെച്ചാൽ പറഞ്ഞു, വി ഹാവ് ടു ഫിക്സ് ഇറ്റ്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആ ഒരു ഫിയറിൽ നിന്ന് പുറത്ത് കിടക്കണം. ഇനി നമ്മൾ തന്നെ രണ്ടും കൽപ്പിച്ചേ പെട്ടു, നമ്മുടെ ട്രാപ്പിൽ നിന്ന് ആ വേർഡിൻസ് ഒളിച്ചോടുന്ന സംഗതിയിൽ നിന്ന്. അപ്പോൾ ഇതിനെന്താ വഴി? എന്താ? റീഫ്രെയിം ഫെയിലിയർ ആസ് എ ലേണിംഗ് എക്സ്പീരിയൻസ്. നമ്മുടെ പരാജയങ്ങൾ, ഇത്രയും കാലം ഉണ്ടായ പരാജയങ്ങൾ നമ്മൾ ഇനി എന്ത് ചെയ്യുക, സംഭവിച്ചതൊക്കെ സംഭവിച്ചു, അതിൽ നിന്ന് എന്ത് പഠിക്കാനുണ്ട് അത് മാത്രം ചിന്തിക്കാം. അതിൽ നിന്ന് എന്ത് പഠിക്കാനുണ്ട് അത് മാത്രം ചിന്തിക്കുക. അത് ചിന്തിച്ചിട്ട് എന്ത് ഇറങ്ങിത്തിരിക്കുക. ആൻഡ് ഫോക്കസ് ഓൺ പ്രോഗ്രസ് ഓവർ പെർഫെക്ഷൻ ആൻഡ് സെലിബ്രേറ്റ് സ്മോൾ വിൻസ്. അതായത് നമ്മളിങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള ചിന്താഗതി നമ്മൾ മാറ്റിയിട്ട് എന്ത് പ്രോഗ്രസ് ഉണ്ടായി, എത്ര എനിക്ക് ചെയ്യാൻ പറ്റി, എത്ര ഞാൻ വന്നല്ലോ, ഇതിലേക്ക് മാത്രം ചിന്തിക്കുക. എനിക്ക് ഇത്രയും ചെയ്തു തീർക്കാനുണ്ട്, അത് ഞാൻ ചെയ്തില്ലല്ലോ, ഇത് ഞാൻ ചെയ്തില്ലല്ലോ, അങ്ങനെ ചെയ്തില്ലല്ലോ, ഇങ്ങനെ ചെയ്തില്ലല്ലോ, അത് റെഡി ആയില്ലല്ലോ, ഇത് റെഡി ആയില്ലല്ലോ. ജസ്റ്റ് ഗെറ്റ് റിഡ് ഓഫ് ഓൾ ദോസ് ബുൾഷിറ്റ് തിങ്കിങ് ആൻഡ് ഫോക്കസ് ഓൺ വാട്ട് ഈസ് ദെയർ ടു പ്രോഗ്രസ്. ഓക്കെ, നല്ല പ്രോഗ്രസ്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ മോശമായ ആ ചിന്താഗതി എടുത്ത് ഒഴിവാക്കുക. അതൊക്കെ മോശം ചിന്താഗതിയാണ്. ഞാൻ അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, അങ്ങനെ ചെയ്തില്ല. Those are complaints, those are negative talks. Don't tell them. It has an impact on your body, on your belief, on your feelings, on your thoughts, on your awareness, on your energy. Whenever you utter a negative word, നിങ്ങൾ എപ്പോഴൊക്കെ ഒരു നെഗറ്റീവ് വേർഡ് പറഞ്ഞു, അപ്പോൾ നിങ്ങളെ തളർത്തുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഇഞ്ചക്ഷൻ കുത്തിവെക്കുകയാണ്. ഏത് ഇഞ്ചക്ഷൻ ആയിരിക്കും നിമ്മി? ഏതാ നമ്മളെ തളർത്തുള്ള ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞേ? യു ആർ എ നേഴ്സ്, റൈറ്റ്? വിച്ച് വൺ ഈസ് ദാറ്റ്? ടെൽ മീ. ഒരുപാടുണ്ടാവും അല്ലേ? അതിൽ ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞു. എന്തിനു വേണ്ടിയുള്ളതാണ്? നമ്മളെ ഒന്ന് ടയർഡാക്കി, ഒന്ന് എന്താ പറയാ, ആകെ ടയർഡാക്കി തളർത്തിയിടാനോ? ബോഡി റെസ്പിറേഷൻ, BP എല്ലാം ബീറ്റ ബ്ലോക്കേഴ്സ് കൊടുത്താൽ മതി. ഡബിൾ ബ്രേക്ക് ടു ഹാർട്ട് ആണത്. ഹാർട്ട് റെസ്പിറേഷൻ എല്ലാം തളർത്തും. ഇതുപോലെ തുല്യമാണ് എന്ത് നമ്മൾ പറയുന്ന ഓരോ നെഗറ്റീവ് വേർഡ്. പിന്നെ സാറേ ഒരു ഡൗട്ടേ, ഇപ്പൊ നമുക്ക് കുറെ ഹാർഡ് വർക്ക് ചെയ്യണമല്ലോ, പഠിക്കണമല്ലോ. എന്നെ സംബന്ധിച്ച് പഠനമാണ് ഇപ്പൊ മെയിൻ ആയിട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കണായിരുന്നു, ഇപ്പൊ ഒരു 4 hours മാത്രം ഉറങ്ങിയിട്ട് കണ്ടിന്യൂ പഠിക്കുന്നോണ്ട് എന്തെങ്കിലും മെന്റൽ പ്രോബ്ലം ഉണ്ടാവോ എന്ന് വെച്ചാൽ മെമ്മറി ലോസ്?
ഇല്ല, അങ്ങനെ ഉണ്ടാവില്ല. അത് ഒരുപാട് കാലം ട്രൈ ചെയ്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ കുറച്ച് കാലത്തേക്ക് ചെയ്തതിന് കുഴപ്പമില്ല. ഒരു 3 മന്ത്സ്, ഒരു 3 Yeah. മന്ത്സ് ഒക്കെ. ഒരു 3 മന്ത്സിന്റെ ഇടയിൽ നിങ്ങൾ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കണം. ഇടയ്ക്ക് ഒരു ഡേ നിങ്ങൾ അത് ഫുൾ ആയിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാനും നിങ്ങളെ ബാധിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ 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 ഓക്കെ. കൂടുതൽ ഓക്കെ. വല്ലാണ്ട് ഒരു ഫോഴ്സ് ചെയ്തിട്ട് പോകരുത്. നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതൊരു 15 ഡേയ്സ് ചെയ്യാം ഓക്കെ ഓക്കെ. കേട്ടോ. യു ആർ ഓക്കെ. റൈറ്റ്. ഡെഫിനറ്റ്ലി യു നോ എഫക്ട് വിൽ ബി ദേർ. പക്ഷെ അത് എന്ത് ചെയ്യാ, ഒരു നമ്മൾ ഇടയ്ക്ക് അതുണ്ട്. ഒരു ചെറിയ ടയർഡ്നെസ് ഫീലിങ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നും ഇപ്പൊ പഠിച്ചതെല്ലാം മറന്നു പോകുമോ നെക്സ്റ്റ്. ഇല്ല അങ്ങനെ മറന്നു പോകുന്ന പ്രശ്നമല്ല ഉള്ളത്. മറന്നു പോകാതിരിക്കാൻ എക്സസൈസ് ചെയ്താൽ മതി. പക്ഷെ യു ഗിവ് യുവർ സെൽഫ് ഇനഫ് ബ്രേക്ക് ആസ് വെൽ. അപ്പൊ എല്ലാ ദിവസവും അടുപ്പിച്ച് ഇതിങ്ങനെ ചെയ്യാതിരിക്കുക. അതിന് പകരം ഇത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എന്താ വെച്ചാൽ യു ടേക്ക് എ പ്രോപ്പർ ബ്രേക്ക് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, റീജുവനേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ അതെന്താ വെച്ചാൽ ബേൺ ഔട്ടിലേക്കും ചിലപ്പോൾ ബ്രേക്ക് ഡൗണിലേക്ക് പോകും, കൊളാപ്സ് ആവുന്ന അവസ്ഥയിൽ. അപ്പോൾ പിന്നെ ഇടയ്ക്ക് നിങ്ങളുടെ ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ നടത്തുക. ഈ നമ്മുടെ ഓക്കെ ആണോ, ഞാൻ ഓക്കെ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ഒന്ന് നിരീക്ഷിക്കുക. ടേക്ക് എ ബ്രേക്ക്. നന്നായിട്ട് പഠിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. നല്ല ഇൻട്രസ്റ്റ് ചെയ്തിട്ട്, നല്ല ആവേശത്തോടുകൂടി ഡോണ്ട് ഫോഴ്സ് യുവർ സെൽഫ്. സ്ട്രെസ്ഫുള്ളി ചെയ്യരുത്. ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല. Do it with love. That will be an enjoyable process. Body will be loving it. But if you do it forcing yourself, that can be damaging. അങ്ങനെയാണ്. കാരണം എല്ലാവരും പറയല്ലോ 7 hours ഉറങ്ങണം. അപ്പോ നമ്മൾ ഓർക്കും, ഇനിയിപ്പോ അത് ഉറങ്ങാണ്ട്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അത് എല്ലായ്പ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ക്രൂഷ്യൽ ടൈംസിൽ പ്രശ്നമില്ല. നമുക്കൊരു കുറച്ച് സമയത്തേക്ക് പ്രശ്നമില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു അടുത്തൊരു 3 മന്ത്സിലേക്ക് അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന്റെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ മൈൻഡിൽ അത് എൻജോയ് ചെയ്യണം. അത് നിങ്ങൾ ഇഷ്ടപ്പെടണം. അത് നിങ്ങൾ ഫുള്ളി മെന്റലി നിങ്ങൾ അതിന് റെഡി ആവണം. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. അതിലേക്കുള്ളൊരു മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട് ഒരുങ്ങണം. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ അത് പ്രശ്നമില്ലാതെ. അതല്ലാതെ നമ്മൾ വല്ലാണ്ട് ഫോഴ്സ് ചെയ്ത് വല്ലാണ്ട് ഇതായിട്ട് നമ്മൾ സ്ട്രെസ്സിലൂടെ കടന്നു പോയി അങ്ങനെ ആവരുത്. പിന്നെ നിങ്ങളത് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഓവർ ടയേർഡ് ആകുന്നുണ്ടെങ്കിൽ ഇനി അതിന്റെ ഇടയിലാണെങ്കിലും ഇടയ്ക്ക് ഗിവ് യുവർ സെൽഫ് ഇനഫ് ബ്രേക്ക് എടുത്ത് അതിങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ ഇങ്ങനെ ചെയ്തു കേട്ടോ. തോന്നുന്നു അത് ചെയ്യാതെ തന്നെ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ കവർ ചെയ്യൂ പരമാവധി. അതിപ്പോ ഏറ്റവും ഫൈനൽ ഫൈനൽ സ്റ്റേജ് എന്നല്ല, ഏറ്റവും തീരെ പറ്റുന്നില്ല അത്രയും കവർ ചെയ്യാനുണ്ട് എന്ന് കവർ ചെയ്യാനുണ്ട്. കാരണം നമ്മള് 4-5 വർഷം കൊണ്ടൊക്കെ പഠിച്ചത് നമ്മൾ ഈ 2-3 months കൊണ്ട് റിക്കവർ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ കൺഫ്യൂസിംഗ് ആണ്. So do it, don't worry, nothing will happen because as long as you enjoy the process. നിങ്ങളും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ശരീരവും അത് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ don't worry. ബട്ട് അത് എൻജോയ് ചെയ്യുന്ന രൂപത്തിലേക്ക് ആക്കും, ഓവറായിട്ട് ബാധിക്കാത്ത രൂപത്തിൽ. അങ്ങനെ ചെയ്യുന്നതിനിടയിലാണെങ്കിൽ പോലും ഓരോ ഈച്ച് 1 hour നിങ്ങൾ ബ്രേക്ക് എടുക്കുക, അല്ലെങ്കിൽ 45 minutes എടുക്കുക, അല്ലെങ്കിൽ ഒറ്റ സ്ട്രെച്ചിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ അഫക്ട്. അങ്ങനെ ചെയ്യണം. പിന്നെ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസം നല്ലൊരു ഹോൾ ബ്രേക്ക് എടുക്കുക. ഇത്രയും ചെയ്തതിന്റെ അച്ചീവ്മെന്റിൽ എന്ത് ചെയ്യുക, ഒരു ഫുൾ ഡേ ബ്രേക്ക് എടുത്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെ എന്താ വെച്ചാൽ ചെയ്യാം. എനിക്ക് ഡൗട്ട് ഉണ്ട് സാർ. പറഞ്ഞോളൂ. എനിക്ക് പഠിക്കുമ്പോഴും നല്ല മറവിയാണ്, അപ്പൊ അതിന് ഓവർകം ചെയ്യാൻ പറ്റണില്ല. ഓക്കെ, ഡോണ്ട് വറി. നമ്മൾ പ്രോഗ്രാമിൽ വരുമ്പോഴേ ഹീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ മതി, മാറും കേട്ടോ. അല്ല, എനിക്ക് കമ്പ്യൂട്ടർ പഠിക്കാനുള്ള ആഗ്രഹമുണ്ട്. ഞാൻ കോഴ്സ് പോവുകയും ചെയ്ത്. ഡോണ്ട് വറി, അത് റെഡി ആയിക്കോളും. ജസ്റ്റ് വറീഡ് ആവണ്ട, നമുക്കത് റെഡി ആക്കി എടുക്കാം. ടൈം ഉണ്ടല്ലോ, റെഡി ആക്കി എടുക്കാം. ഓക്കെ എന്ന് പറ. That's all. Okay, very good. നമുക്കത് റെഡി ആക്കി എടുക്കാം. ഇതാ ഓക്കെ. എനിക്ക് എല്ലാത്തിനും ഡൗട്ടാ ചേട്ടാ. നേരത്തെ ചേട്ടൻ പറഞ്ഞു വരെ മറന്നു. ഇതിപ്പോ എന്റെ ഒരു പ്രശ്നമാണ്, ഓർമ്മക്കുറവ്. ഡോണ്ട് വറി, എന്നെ മറന്നിട്ടില്ലല്ലോ. ഈ മോർണിംഗിൽ ക്ലാസ് നടക്കുന്നത് മറന്നിട്ടില്ലല്ലോ. അവിടെ ഇരുന്നാൽ മതി, അവർ റെഡി ആയിക്കോളും. പതിയെ ക്ലിയർ ആയിക്കോളും കേട്ടോ. ഡോണ്ട് വറി, എല്ലാം റെഡിയാകും. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നാളെ നമുക്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടുകൂടി ഇപ്പൊ പിൻവാങ്ങാണ്. നമുക്ക് അവസാനിപ്പിക്കാം. സെഷനിൽ ഇനിയും 10-12ഓളം പോയിന്റ്സുകൾ ഇനിയും നമുക്കൊരു 8ഓളം പോയിന്റ്സുകൾ ഷെയർ ചെയ്യാനുണ്ട്. 3 പോയിന്റ്സ് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളൂ. വിൽ ക്ലിയർ ഓൺ നെക്സ്റ്റ് കമ്മിങ് ഡേയ്സ്. ഓക്കെ, വെരി ഗുഡ് വിഷ്ണു, താങ്ക് യു. പറഞ്ഞോളൂ. പിന്നെ എനിക്കുണ്ടായിരുന്ന ഒരു വലിയൊരു പ്രശ്നം എന്താന്ന് വെച്ചാല് എക്സ്പ്ലെയിൻ ചെയ്യലായിരുന്നു. ഞാൻ ശരിയാണ് എന്നുള്ളത്. അത് ഞാൻ കംപ്ലീറ്റ് നിർത്തി. ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഞാൻ ശരിയാണ്, ഞാനൊരു തെറ്റും ചെയ്യുന്നില്ല. അപ്പൊ ഞാനത് എല്ലാവരോടും ഭയങ്കര ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടേ.
കാരണം എനിക്ക് ഞാൻ ശരിയാണല്ലോ, പിന്നെന്താ അത് പറഞ്ഞാൽ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ച് കൊണ്ടേയിരിക്കും. അതിലെനിക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടായില്ല. കാരണം അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ തളർന്നതെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അത് ഞാൻ പറയുന്നതൊക്കെ നെഗറ്റീവ് ആയിരുന്നു. കാരണം അത്രയും നെഗറ്റീവ് ആവുമ്പോൾ അതാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഞാനത് കംപ്ലീറ്റ് നിർത്തി. അതുകൊണ്ട് എനിക്കൊരു കാര്യം കിട്ടില്ല. ഞാൻ ആരോട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എനിക്ക് അതിൽ ഒരു ബെനിഫിറ്റ് ഉണ്ടായില്ല. ഞാൻ കൂടുതൽ പ്രശ്നത്തിലേക്ക് പോവുക ചെയ്തു. അതെ, ഇപ്പൊ കംപ്ലീറ്റ് നിർത്തി. ഇപ്പൊ ചോദിക്കുന്നവരൊക്കെ ഹാപ്പിയാണ്, കുഴപ്പമില്ല, ഹാപ്പിയാണ് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ, ഒന്നും പറയില്ല. അതെ. അപ്പൊ അതാണ് എനിക്ക് ഉണ്ടായ ഗുണം. പിന്നെ ആദ്യമേ പറഞ്ഞു കുട്ടികളോട് ഭയങ്കര ഇതായിട്ട് ദേഷ്യം പിടിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ, അതിലൊക്കെ ഞാൻ ചെയ്തത്, കാരണം ഞാൻ കുട്ടികളോട് ദേഷ്യം പിടിക്കായിരുന്നു. ഒന്ന് അവര് നന്നാവണം എന്നുള്ളൊരു ഉദ്ദേശം, പിന്നെ എന്റെ ഫ്രസ്ട്രേഷൻ കൊണ്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് വരുമല്ലോ. അത് അറിയുമായിരുന്നല്ലോ എന്തുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോ അതിന് ഞാൻ ഇപ്പൊ ചെയ്ത കാര്യം എന്താന്ന് വെച്ചാല്, ഞാൻ അവരെ ചെറിയ പ്രായത്തില് എന്റെ ഫ്രസ്ട്രേഷൻ കൊണ്ട് അവർക്ക് ഞാൻ ഉണ്ടാക്കിയ ബുദ്ധിമുട്ടൊക്കെ ഞാൻ ഫോർഗീവ് ചെയ്തു. ഞാൻ ആദ്യമേ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. കാരണം അങ്ങനെ ചെയ്തു നോക്കി. ഞാൻ എന്റെ സിറ്റുവേഷൻ കൊണ്ടാണ് ഞാൻ അങ്ങനെ പെരുമാറിയത്. അതിന് എനിക്ക് അവരോട് ഞാൻ ക്ഷമ ചോദിച്ചു. അവർക്ക് അത് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും അവരാ പ്രായത്തില്. ഇപ്പൊ ചെയ്യാൻ അതേ പറ്റുള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റില്ല, തിരിച്ചു പോകാൻ പറ്റില്ല. അങ്ങനെ ചെയ്തപ്പോ നല്ല സമാധാനമുണ്ട്. പിന്നെ മക്കളെ ദേഷ്യം കുറഞ്ഞു. Okay, very good. I'm really happy. All right. Thank you so എക്സ്പ്ലെയിൻ much. ചെയ്ത് നിർത്തിയതാണ് എന്റെ ഒരു വലിയൊരു അച്ചീവ്മെന്റ്. പിന്നെ ഞാന് പ്രൗഡാണ്. കാരണം ഇത്രയും സിറ്റുവേഷനിലും കൂടെ കടന്നു പോയിട്ട് ഇത്രയും തോന്നുന്നുണ്ടായിട്ടും ഞാൻ നിർത്താൻ തയ്യാറായില്ല. അതാണ് സാറിന്റെ ക്ലാസ്സിൽ വരെ എത്തിച്ചത്. കാരണം ഞാൻ തോക്കൂല എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായതുകൊണ്ടാണ് പിന്നെയും ട്രൈ ചെയ്യാനുള്ള ഒരു ഇത് എനിക്ക് കിട്ടിയതുകൊണ്ടാണ് ഞാനിപ്പോ സാറിന്റെ ക്ലാസ്സിൽ എത്താനുള്ള കാരണം. വിടാനുള്ള മനസ്സിലാക്കുന്നത് എങ്ങനെയും രക്ഷപ്പെടണം, എങ്ങനെയും ഇമ്പ്രൂവ് ആവണം എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല എന്തായാലും രക്ഷപ്പെടും. അപ്പൊ ഞാന് എടുക്കും കുറച്ചും കൂടെ മാറാനുണ്ട്. അത് ഞാൻ എന്തായാലും അക്സെപ്റ്റ് ചെയ്യുന്നു. കാരണം ഇത്രയും ഉള്ളത് ഒരു കുറച്ച് സമയം കൊണ്ട് എന്തായാലും പോകും, അത് ഉറപ്പാണ്. അപ്പൊ എന്തായാലും രക്ഷപ്പെടും, ഡിസിഷൻ എടുക്കാൻ പറ്റും എനിക്ക് സ്വന്തം എന്ന് എനിക്ക് നല്ല ഉറപ്പ്. Okay. Okay, thank you, Rashida ma'am. Thank you so much sharing for experience. ഇവിടെ വേറെ ചോദ്യം ചോദിച്ചു, രൂപേഷ് സാർ ചോദിച്ചാൽ എനി ക്ലൂ അബൌട്ട് ബിസിനസ് മെന്റർഷിപ്പ് ബിസിനസ് പ്രോഗ്രാം 30th ശേഷം നമ്മൾ അനൗൺസ് ചെയ്യും. So everything is finalizing, and on the 13th we will be announcing the program details and all. Okay, thank you. Then life എന്നും ഒരേ പാറ്റേൺ പോകുന്നു, അത് ബോറായി ഫീൽ ചെയ്യുന്നു. What should I do? Okay, ഫാരിസ്, ലൈക്ക് ലൈഫ് ഒരേ പാറ്റേണിൽ പോകുന്നത് ബോറായിട്ട് തോന്നുന്നു. ആക്ച്വലി ഫാരിസ്, ഡോണ്ട് വറി, ബോറിങ് ഈസ് ഹെൽത്തി. അങ്ങനെ ചിന്തിക്കും, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഒരേ പാറ്റേണിൽ പോകുന്നു എന്ന് പറയുന്നത് അത് വലിയ പ്രശ്നമാണ്. അത് ചില ആൾക്കാർക്ക് എന്ന് വെച്ചാൽ വളരെ സമാധാനത്തിൽ പോകുമ്പോൾ പ്രശ്നമാണ്. വെറുതെ ഇരുന്ന് ചിലപ്പോൾ എന്ത് ചെയ്യും, ഇത് ബോറാണല്ലോ എന്ന് ആലോചിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും. അപ്പം അങ്ങനെ ചിന്തിക്കരുത്. എന്താ വെച്ചാൽ അത് ഡേഞ്ചറാണ്. കാരണം ബോറിങ് ഈസ് ഓക്കെ. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓക്കെ, നമ്മളെപ്പോഴും എന്ന് വെച്ചാൽ നമ്മളെ കുറച്ച് സമാധാനത്തിലാക്കണം. കുറച്ചൊക്കെ പ്രശ്നങ്ങളുണ്ട്, ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ ഓക്കെ. പക്ഷേ എന്ത് ചെയ്യണം, നമുക്കതിലേക്ക് എക്സൈറ്റ്മെന്റ് അങ്ങനെ ചിന്തിച്ച് ഈ ബോറിങ് ഭയങ്കര പ്രശ്നമാണെന്ന് പറയരുത്, അത് നിർത്തുക. രണ്ടാമത് അതെങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കാം എന്ന് ചിന്തിക്കുക, അത് വേറെ ചിന്തിക്കുക വേണം. അപ്പോൾ ബോറിങ് ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്, അത് ഹെൽത്തിയാണ്, കുഴപ്പമില്ല. ഇപ്പോൾ കുട്ടികളൊക്കെ ബോറടിക്കുമ്പോൾ അവർ അവർക്ക് ബോറടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരിങ്ങനെ ഒന്നും ചെയ്യാൻ ഒരു താല്പര്യം തോന്നില്ല. ആൻഡ് ദാറ്റ്സ് ഓക്കെ. സംടൈംസ് യു ഫീൽ ദാറ്റ് ആൻഡ് ദാറ്റ്സ് ഓക്കെ. യു ഡോണ്ട് നീഡ് ടു. അതിന് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ തന്നെ അത് ദർ ഇസ് നത്തിങ് റോങ് വിത്ത് ദാറ്റ്. അങ്ങനെ ഫീൽ ചെയ്യുന്നതിന് കുഴപ്പമില്ല, ബോറിങ് അടിക്കുന്നതിന്. അപ്പോൾ അതിലൊക്കെ ഓവറായിട്ട് തിങ്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഞാൻ ഭയങ്കര ബോറിംഗ് ആണല്ലോ, ബുദ്ധിമുട്ടാണല്ലോ എന്ന് ആലോചിച്ചിട്ട് പിന്നെ ഡിപ്രസ്ഡ് ആയിട്ട് പിന്നെ അതായിരിക്കും പ്രശ്നം. മനസ്സിലാവുണ്ട്? അപ്പം അങ്ങനെ പോകണ്ട. ദാറ്റ് ഈസ് ഓക്കെ എന്ന് എപ്പോഴും പറയും. എന്ത് സിറ്റുവേഷനിൽ നമ്മൾ കടന്നു പോകുകയാണെങ്കിലും ദാറ്റ്സ് ഓക്കെ, ഇറ്റ്സ് നാച്ചുറൽ എന്ന് പറയണം. പെയിൻ അല്ലാണ്ട് സ്ട്രെസ് വരുന്നു, ഇത്രയും പെയിനിലൂടെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ സ്വാഭാവികമാണ്, ദാറ്റ്സ് ഓക്കെ, നാച്ചുറൽ
പക്ഷേ ഇനി നമുക്ക് എന്ത് ചെയ്യണം, അത് ചേഞ്ച് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് ഫോഴ്സ് ചെയ്യരുത്, സ്ലോലി ഇതൊക്കെ ചേഞ്ച് ചെയ്യാം. അതിന് ഹോബീസ് വേണം, ലൈഫിൽ കുറച്ച് ഹോബീസൊക്കെ കൊണ്ടുവരണം. ഹോബികൾ എന്താണ്? എന്താണ്? ലാംഗ്വേജ് പഠിക്കണം. ലാംഗ്വേജ് പഠിക്കാം. അപ്പോൾ അതിൽ പുതിയ ഗോൾ സെറ്റ് ചെയ്യും. അപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയില്ലേ? ഒരു ജർമ്മനൊക്കെ പോയിട്ട് അങ്ങ് പഠിച്ചോ, അടിപൊളിയായിരിക്കും. ഓക്കെ, നല്ല ടഫായിരിക്കും. അപ്പോൾ തന്നെ കുറച്ച് ത്രില്ലൊക്കെ വരും. താങ്ങാൻ പറ്റാത്ത ചില സാധനങ്ങളൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക, സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ കിട്ടും. ജർമ്മൻ പഠിച്ചോ, ഫ്രഞ്ച് പഠിച്ചോ, സ്പാനിഷ് പഠിച്ചോ, ഏതൊക്കെ ഭാഷ വെച്ചാൽ പഠിക്കാൻ പറ്റുന്ന പഠിച്ചോ. ഒരു 7-8 ഭാഷയും പഠിച്ചോ, എക്സ്പേർട്ട് ആവും. എന്നിട്ട് ഇതെല്ലാം കൊണ്ടുപോയിട്ട് സോഷ്യൽ മീഡിയയിലിട്ട് അങ്ങോട്ട് കസർത്ത്. അപ്പോൾ നിനക്ക് എന്ത് ചെയ്യാൻ, നാളെ പറയാൻ പറ്റില്ല, നീ ഒരു ലാംഗ്വേജ് എക്സ്പേർട്ടായിട്ട് മാറും, നീ ഒരു കോഴ്സൊക്കെ നടത്തും, കൂടുതൽ പൈസ ഉണ്ടാക്കും. ഇന്നിപ്പം കോടികൾ പൈസ ഉണ്ടാക്കുന്ന വരുമാന മാർഗ്ഗമാണ് വെച്ചാൽ ഭാഷ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. സോ ഗോ ആൻഡ് ഡു ദാറ്റ്. മേ ബി സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സസ്, അല്ലെങ്കിൽ അത്ര വലിയൊരു സ്ഥാപനം കെട്ടിപ്പടുക്കുന്നതിനെ പറ്റി സ്വപ്നം കണ്ടുപോകും. ഇപ്പോൾ സ്പീക്ക് ഈസി എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു ഇംഗ്ലീഷ് സ്ഥാപനം നമ്മുടെ കോഴിക്കോട് എന്നുള്ള ടീമാണ്, എൻ്റെ സുഹൃത്തുക്കളാണ്. അവരുടെ ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടിയാണ്. സൈലം കണ്ടില്ലേ, വലിയ പ്രൊജക്റ്റായി മാറിയിട്ടുണ്ട്. അത് ഡോക്ടർ ആനന്ദു നിങ്ങൾക്ക് അറിയില്ലേ? ഇതൊക്കെ എന്ന് വെച്ചാൽ നിങ്ങൾ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ലൈഫ് ബോറിംഗ് ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ യു ഡോണ്ട് ഹാവ് എ ഗോൾ ഓർ പർപ്പസ്. സെറ്റ് എ ഗോൾ, സെറ്റ് എ പർപ്പസ് ആൻഡ് ഹെൽപ്പ് അതർ പീപ്പിൾ ടു ലേൺ ആസ് വെൽ. നിനക്ക് നന്നായിട്ട് ലാംഗ്വേജ് പഠിക്കാൻ ഇഷ്ടമാണെങ്കിൽ പഠിക്കൂ, നന്നായിട്ട് സ്കില്ല് പഠിക്കൂ, എന്നിട്ട് പഠിക്കാൻ കഴിയാത്ത ആൾക്കാർക്ക് പഠിപ്പിക്കൂ. ഞാൻ എൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു വട്ടായിരുന്നു. അതിപ്പോഴും ഉണ്ട്, അന്നും ഉണ്ട്. അപ്പം ഈ വട്ടെന്ന് പറയുമ്പം വേറെ ഒന്നും ചിന്തിക്കേണ്ട കേട്ടോ. അതായത് ഭാഷ പഠിക്കാനൊക്കെ ഭയങ്കര ക്രേസ് ആയിരുന്നു. അപ്പം പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഞാൻ എവിടെയെങ്കിലും ടൂർ പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കൊച്ചിയിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഞാൻ ആദ്യം അവിടെ എവിടെയെങ്കിലും വല്ല ഫോറിനേഴ്സ് ആരെങ്കിലും ഉണ്ടോ നോക്കും, മദാമയും സായിപ്പും ഉണ്ടോ നോക്കും. ഉണ്ടെങ്കിൽ ഓടി ചെന്നിട്ട് ഇവന്മാരോട് സംസാരിക്കും. അപ്പം സിനിമയിലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇവരെ നേരിട്ട് കാണുമല്ലേ, അപ്പം ഹോളിവുഡ് മൂവീസ് ഒരുപാട് കാണുന്നതാണ്. നേരിട്ട് കാണുമ്പോൾ വെച്ചാൽ ഇവരായിട്ട് പോയിട്ട് സംസാരിക്കാനുള്ള ഇൻട്രാക്ഷൻ ആകും. ബീച്ചിൽ നിന്ന് തലയ്ക്കുന്ന 1 കിലോമീറ്റർ അപ്പുറത്ത് പോയി കണ്ട ആളെ ഓടിയിട്ടുണ്ട്. കോഴിക്കോട് ബീച്ചിൽ ഒരു പ്രാവശ്യം കണ്ടപ്പോൾ ഓടിയിട്ട് ഇവന്മാരോട് 4 സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു ഭയങ്കര ഒരു സന്തോഷമാണ്. ഇതൊക്കെ ഒരു ലൈഫ് അങ്ങനെയാണ്, ത്രില്ലിംഗ് ആണ്, രസമാണ്. ഓരോ ദിവസം പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഓരോ ചാലഞ്ചൊക്കെ സെറ്റ് ചെയ്യുക, അങ്ങ് പോവുക. അതിനിടയിൽ വേണമെങ്കിൽ പറ്റുമെങ്കിൽ ക്യാമറയും ഫോണും തൂക്കിക്കോ, എന്നിട്ടൊരു വ്ളോഗൊക്കെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തോ. അപ്പോൾ അടിപൊളിയാണ്, പറയാൻ പറ്റില്ല, ഫോളോവേഴ്സിനെയും കിട്ടും. മേക്ക് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്, എക്സ്പ്ലോർ യുവർ ലൈഫ്, ഓക്കെ, എൻജോയ് യുവർ ലൈഫ്. ഒരുപാട് ഫാരിസ്. എത്ര വയസ്സുണ്ട് ഫാരിസിന്? എനിക്ക് 20. 20 അടിച്ച് പൊളിക്കുമോനെ, അതൊന്നും പറയാനല്ല. ഈ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരുപാട് മണ്ടത്തരങ്ങൾ എന്താ പറയുക ചെയ്യാനുള്ളതാണ്. എന്നിട്ട് അതിൽ നിന്ന് പഠിച്ചെടുക്കാനുള്ള, ലൈഫിനെ ഫിഗർ ഔട്ട് ചെയ്യണം. മനസ്സിലുണ്ട്? അതിനർത്ഥം മണ്ടത്തരങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് ചെയ്യാന്നുള്ളതല്ല, ചെയ്യുന്നതൊക്കെ ഓട്ടോമാറ്റിക്കലി പലതും മണ്ടത്തരങ്ങൾ ആയിക്കോളും. അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യുക, പഠിച്ച് മനസ്സിലാക്കി എക്സ്പ്ലോർ ചെയ്യുക. അതിലൊരു രസമുണ്ട്, ഒരു ത്രില്ലുണ്ട്. ഇവിടെ ഇപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ ഇത്രയും മണ്ടത്തരങ്ങളൊക്കെ ചെയ്ത് ഈ ഒരു അവസ്ഥയിലെത്തിയ ആൾക്കാരാണ് ഇപ്പോൾ പറയുന്നത്, എൻ്റെ ദൈവമേ എന്തൊക്കെ അഡ്വൈസ് ഈ കൊടുക്കുന്നേ, അല്ലെങ്കിൽ തന്നെ നമ്മളൊക്കെ ഇങ്ങനെ പോയി പെട്ടിട്ടുണ്ട്, ഇനി ഇതും കൂടെ കിട്ടിയാൽ മതി. ബട്ട് ലൈഫ് ഈസ് ലൈഫ്, എൻജോയ് യുവർ ലൈഫ്. യെസ്, പറഞ്ഞോളൂ. ഈ ഗ്രൂപ്പിലുള്ള ഇപ്പൊ ക്ലാസ്സിലുള്ള ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയുമ്പോ ഞാനിത് എന്നെ തമ്മിലൊന്ന് കമ്പയർ ചെയ്യായിരുന്നു. ഞാൻ അതിനുള്ളിൽ അനലൈസ് ചെയ്യുമ്പോ ഞാൻ കേട്ടിരിക്കുകയാണോ ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ എന്നാണ് ഞാനും ഇങ്ങനെ ചിന്തിച്ചു പോയത്. കുറെ നല്ലൊരു ആശ്വാസം അല്ലേ? അയ്യോ അങ്ങനെയല്ല സാറേ, എനിക്ക് കുറെ മാറ്റങ്ങൾ, ചേഞ്ചസ് വരുത്താനുണ്ട് എന്നുള്ള ഒരു അവയർനെസ് ആണ് എനിക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ജോയ്സൺ സാറൊക്കെ ഇപ്പൊ പോസിറ്റീവായി, ഞാനാണ് ഇപ്പൊ നെഗറ്റീവായി തുടങ്ങുന്നതെന്ന് തോന്നുന്നു. അയ്യോ അങ്ങനെയല്ല സാർ ഞാൻ പറഞ്ഞത്. ഇപ്പൊ എനിക്ക് ഞാൻ മുന്നേ പറഞ്ഞ ആ ക്ലാസ്സുകളുടെ മിസ്സാവുന്ന ആ ഒരു ഇനി ആ കഥയിലേക്ക് പോസിറ്റീവായിട്ട് വരാൻ പറ്റുമെന്ന്, ആ ഗ്രൂപ്പിലേക്ക് വരാൻ പറ്റുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഞാൻ അതാണ് പറയാൻ വന്നത്. I understand. You will be able to. പക്ഷേ you don't need to repeat that story again. അപ്പൊ പറഞ്ഞതുപോലെ ലൈഫിൽ എന്ത് ചെയ്യുക, സിമ്പിൾ ആയിട്ട് കാണുക. യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ അവസരങ്ങൾ, ഒരുപാട് അവസരങ്ങൾ എന്ന് വെച്ചാൽ മുന്നിൽ കിടക്കുന്നുണ്ട്, ബോറടിക്കേണ്ട. ഇറ്റ്സ് ഓക്കെ ടു ഫീൽ ബോർഡ്. അപ്പൊ എക്സ്പ്ലോർ ചെയ്യുക. ഇടയ്ക്ക് എന്ത് ചെയ്യുക, ഫാരിസിന് ബോർ വല്ലാണ്ട് അടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എന്താ പറയുക, ജസ്റ്റ് ഉള്ള ക്യാഷ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, കേരളത്തിന്റെ ഒരു അറ്റത്ത് നിന്ന് അങ്ങേ തലക്കേക്ക് ട്രെയിൻ അങ്ങ് കയറിക്കോ. അപ്പോൾ കുറേ കാണാൻ പറ്റും. അല്ലെങ്കിൽ KSRTC അങ്ങ് കയറിയിട്ട് എവിടെയെങ്കിലും അങ്ങ് പോകും. ആ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അതിൽ നിന്ന് കുറേ അറിയാൻ പറ്റും, പഠിക്കാൻ പറ്റും. എൻജോയ്, ട്രാവൽ, ഇതൊക്കെ ഭയങ്കര രസമല്ലേ? ഞാൻ അങ്ങനത്തെ ഒരുപാട് പ്രാന്തുകളും വട്ടുകളൊക്കെ ചെയ്തിട്ട് അങ്ങനെയാണ് എനിക്ക് എക്സ്പ്ലോർ ചെയ്തിട്ടാണ് കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത്.
എൻ്റെ യങ് പീരീഡിൽ ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ മീൻ വലിയ യാത്രകളല്ല, നമ്മുടെ കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളും പല ആൾക്കാരെ പോയിട്ട് മീറ്റ് ചെയ്യും കാര്യങ്ങളും. പിന്നെ നമുക്കിഷ്ടമുള്ള സിനിമകൾ കാണുക, ഇഷ്ടമുള്ള കഥകൾ വായിക്കുക. ഐ റീഡ് ലോട്ട് ഓഫ് സ്റ്റോറീസ്. ഇപ്പോൾ പോലും ഞാൻ ഇടയ്ക്ക് രസകരമായ കാര്യമുണ്ട്, ഞാൻ ഇടയ്ക്ക് ഇരുന്നിട്ട് ബാലരമയൊക്കെ എടുത്തിട്ട് വായിക്കും. നല്ല രസമാണ്, ഭയങ്കര രസമാണ്. അപ്പോൾ ലൈഫ് ബോറടിക്കൊന്നുമില്ല കേട്ടോ. ഇപ്പം എൻ്റെ അടുത്ത് ഇവിടെ വേറൊരു ബുക്ക് ഉണ്ട്, ഞാൻ ജസ്റ്റ് ഇവിടെ കാണുന്നില്ല. അതിങ്ങനെ ചെറിയ എന്താ പറയുക, കഥകളെ പോലുള്ള നല്ല ഭംഗിയുള്ള കഥകളുള്ള ഒരു ബുക്കാണ്. അതുപോലെ നല്ലതാ, ബോബനും മോളിയൊക്കെ നല്ലതാ, ഇടയ്ക്ക് വായിക്കണം. അത് കാണുന്നുണ്ടല്ലോ, ജമ്പനും തുമ്പനും. ഇന്നലെ എന്നോട് സംസാരിച്ചപ്പോൾ ഒരാൾ പറയാ, എന്റെ ഭയങ്കര ഇപ്പോഴും ഞാൻ വായിക്കും ജമ്പനും തുമ്പനും. ഇത് കണ്ടോ, ത്രില്ലിംഗ് ഇല്ലുസ്ട്രേറ്റഡ് സ്റ്റോറീസ്. ഇത് ഇംഗ്ലീഷിലാണ്. ഇത് ഭയങ്കര കട്ടിയുള്ള ബുക്കാണ്, 600-700 രൂപ വിലയുണ്ട്. പക്ഷെ ഇത് കംപ്ലീറ്റ്ലി ചിത്രകഥയാണ്, ഭയങ്കര രസമാണ്. അപ്പൊ ഇത് നല്ല വിലയുണ്ട്, ഇതൊരു ക്വാളിറ്റി ബുക്കാണ്. അപ്പൊ ഇതിങ്ങനെ വായിക്കുന്നത്, ഞാൻ എന്തിനാ വായിക്കുന്നത് വെച്ചാൽ 2 കാര്യങ്ങൾ. എന്ന് വെച്ചാൽ ഒന്ന്, ഇത് വായിക്കും ചെയ്യും, ഇതിലെ കഥകൾ എടുത്തിട്ട് എന്ത് ചെയ്യാം, മോൾക്ക് ബെഡ് സ്റ്റോറി ടൈമിൽ പറഞ്ഞു കൊടുക്കും ഇതിലുള്ള കഥകൾ. അപ്പൊ നമ്മുടെ മൈൻഡിലൊക്കെ എപ്പോഴും എന്താ പറയുക, ലൈവായിട്ട് ജീവിക്കുക. അപ്പൊ ആ പഴയ ടോം ആൻഡ് ജെറി ഒക്കെ കണ്ടാൽ മതി ഇടയ്ക്ക്, കാർട്ടൂണ്. ടോം ആൻഡ് ജെറി കാർട്ടൂണൊക്കെ കണ്ടാൽ മതി, ഒക്കെ ഭയങ്കര രസം. ഞാനിപ്പോഴും എൻജോയ് ചെയ്യാറുണ്ട്. ഐ എൻജോയ് ദാറ്റ് ആൻഡ് ബി ദ കിഡ് ആൻഡ് ലവ് ലിവ്. എല്ലാം ആസ്വദിക്കണം. അപ്പോഴും നമ്മുടെ ഉള്ളിൽ പക്വതയുള്ള ആളുമുണ്ട്, അറിവുള്ള ആളുമുണ്ട്, നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആളുമുണ്ട്. ഏറ്റവും കൂടുതൽ ഇഷ്ടം കമ്മ്യൂണിക്കേഷൻ. സാറിന്റെ ക്ലാസ് കേട്ടിട്ട് ഇപ്പൊ ഞാൻ ജൂനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ മോട്ടിവേഷൻ കൊടുക്കലോ. സാറിന്റെ ക്ലാസ് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇഷ്ടമാണ്. കുറെ ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെറുപ്രായത്തിൽ തന്നെ ഇത് വലിയ കിട്ടലാണ് എനിക്ക്. ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വിചാരിക്കണം സാറിനെ കാണാൻ ഇത് വലിയ കിട്ടലാണ് എനിക്കത്. മൈമൂനത്ത് മാം പറയുന്നത് കണ്ടില്ലേ, നമ്മുടെ സ്ഥിരമായിട്ട് ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആളാണ് മാം. മാം എവിടെയൊന്നും കാണാതിരിക്കായിരുന്നു, ഇവിടെ വീഡിയോയിൽ എന്നുണ്ടാവില്ല. വെരി ഗുഡ്. സോ നമുക്ക് ബ്യൂട്ടിഫുൾ ഫാമിലിയാണ്, നമ്മൾ ഒരുമിച്ച് ഹാപ്പി ആയിട്ട് പോകും. അപ്പോൾ ഇനി മീറ്റപ്പ് ഉണ്ടാകുന്ന സമയത്ത് ഫാരിസ് ഒക്കെ വരണം, നമുക്ക് എല്ലാവരും വരണം, പങ്കെടുക്കണം. ഓക്കെ, യെസ് പറഞ്ഞോളൂ. എന്നോട് എല്ലാവരും കുട്ടികളുടെ സ്വഭാവമാണ് ഇപ്പോഴും പറയാ. എന്താ കുഴപ്പം, കുട്ടികളല്ലേ, നല്ലതല്ലേ. അതെ, ഇവിടെ കുട്ടികളാകാൻ പറ്റാത്തില്ല പ്രാവശ്യം. ജസീല, എല്ലാം നമുക്ക് വേണം, നമ്മൾ കുട്ടികളും ആവണം. അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ജസീലക്ക് എന്താ വെച്ചാൽ ഇപ്പൊ വലിയൊരാളാവുന്നതിന്റെ ആ ഒരു ഫുൾ ടൈം കുട്ടികളായിട്ട് ആ ഒരു സംഗതിയാണെന്ന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, ഇനി കുറച്ച് നമുക്ക് വലുതാവാനും പഠിക്കാം, അതിന് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. അതിനല്ലേ നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുന്നത്, അതായിക്കോളൂ. നിങ്ങൾ ഈ ക്ലാസ്സിൽ ഇരുന്ന് കേട്ട് ജസീല കേട്ട് കുറച്ച് കഴിഞ്ഞ് ജസീല ആകെ സീരിയസ് ആവും കേട്ടോ. അടിപൊളിയോ, ശരി, ബി ഹാപ്പി, ഒക്കെ റെഡി ആയിക്കോളൂ. എല്ലാം നമ്മളിലുണ്ട് കേട്ടോ. റെഡി, നമുക്ക് എന്ത് ചെയ്യാം. നിഷ പറയുന്നു കുറച്ച് ഡേയ്സ് ആയിട്ട് കഴിഞ്ഞു, ബ്രേക്ക് ആവുന്നു. എന്താണ് ബ്രേക്ക് ആവുന്നത് നിഷ, എന്താണ് ബ്രേക്ക്? ഓക്കെ, ജോയിൻ ചെയ്യുന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, എന്താ വേണ്ടത്? ഹെൽപ്പ്, ഗെറ്റ് ഹെൽപ്പ്. ഒരു മെന്ററുടെ ഹെൽപ്പ് വേണം. ഓക്കെ നിഷ, നമ്മുടെ പ്രോഗ്രാമിലുണ്ടോ? നമ്മുടെ പ്രോഗ്രാമിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം. ഓക്കെ ജബിൻ, വിഷ്ണു എൻ്റെ നമ്പർ ഷെയർ ചെയ്യുന്നതിന് എനിക്ക് വിഷമം ഉണ്ടായിട്ടല്ല. വിഷ്ണുവിൻ്റെ സ്റ്റോറീസ് ഏകദേശം എന്നെ പോലൊക്കെയാണ്. പക്ഷേ ഇന്ന് എനിക്കറിയാൻ പറ്റും വിഷ്ണുവിന് കറക്റ്റായിട്ട് കാര്യങ്ങൾ സാർ ഹീൽ ചെയ്യും. പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യൂ. ഓക്കെ, വെരി ഗുഡ്, നല്ല ഗൈഡൻസ് ആണല്ലോ കൊടുക്കുന്നത്. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. മാറ്റം ഉണ്ട്, പഴയ പോലെ ഫോണിൽ കളിയില്ല. വെരി ഗുഡ് വിഷ്ണു, എല്ലാം റെഡി ആയിക്കോട്ടെ. വിഷ്ണു ഒത്തിരി നെഗറ്റിവിറ്റി ഇനി സംസാരിക്കേണ്ട, തുറക്കാൻ പാടില്ല നെഗറ്റിവിറ്റി. ഇനി മിണ്ടണ്ട, കോഴ്സിലേക്ക് വന്നാൽ മതി കേട്ടോ. വേറെ ഒന്നും നോക്കണ്ട, അതെങ്ങനെയാന്നുള്ളത് ആലോചിച്ചോ, അത് എത്തിക്കോളും കേട്ടോ. നോ മോർ സ്റ്റോറീസ്. ദാറ്റ്സ് ഇറ്റ്. മാസ്ക് ഇട്ടിട്ട് സീലിട്ടിട്ട് വെച്ചോ. ശരി എന്നാ, സീ യു ടുമോറോ. ബൈ, ഹാവ് എ ഗ്രേറ്റ്. അടിപൊളി ഒരു ദിവസമായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ മേക്കിംഗ് മൈ ഡേ ബ്യൂട്ടിഫുൾ. Thank you, sir. Thank you, sir. Thank you very much. Good session. Thank you, sir. ചോദ്യം ചോദിച്ചതിന് ഉത്തരം കിട്ടിയില്ല. ആരാണ് ചോദിച്ചത്? സുബൈദ മാം എന്താ ചോദിച്ചത്? ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാവോ? ഹീൽ ചെയ്യുന്നത് ഇരുന്നിട്ടാണോ നിന്നിട്ടാണോ? ഇരുന്നിട്ട് ചെയ്താൽ മതി. നിങ്ങൾ ഇനി ഹീൽ നിന്നിട്ട് വല്ലതും ചെയ്യേണ്ടി വന്നാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഒരു ഡൗട്ട്, ഹീൽ എന്ന് വെച്ചാൽ ഹീലിംഗ് ഒരു ഡൗട്ട് ഉണ്ടല്ലേ? ഹീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണോ ചോദിച്ചത്? അതെ അതെ അതെ, അതാരാണ്? അതാരാ VASHN? പ്രത്യേക പേര്, നിങ്ങളുടെ പേരാണ് ഞാൻ ചോദിച്ചത്. വിഷ്ണു. വിഷ്ണു വിഷ്ണു തന്നെയാണോ? ഹീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണോ? രാമായണം മുഴുവൻ വായിച്ചിട്ട്
കേട്ടോ, മനസ്സിലാവുന്നുണ്ട? നിന്നെ ഞാൻ ഉണ്ടല്ലോ, നീ കോഴ്സിലേക്ക് വാ, ഞാൻ പഠിപ്പിച്ചു തരാം. ബാക്കി അവിടെ വെച്ചിട്ടാണ് ഇത്ര നേരം പറഞ്ഞത്. ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചികിത്സ എന്നാണ് അർത്ഥം അല്ലേ? ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സുഖപ്പെടുക, അതാണ് അതിന്റെ മലയാളം വേർഡ്, സുഖപ്പെടുക. അപ്പൊ നമ്മുടെ ട്രോമ, വിഷമ, ബുദ്ധിമുട്ടുകളിൽ നിന്ന് സുഖപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യുക, കയറി തിരിച്ചു വരുന്ന അവസ്ഥയാണ്. ഓക്കെ, ശരി എന്നാ, ബൈ, ടേക്ക് കെയർ, ഹാവ് എ ഗ്രേറ്റ് ഡേ.